ശുശ്രൂഷയ്ക്കായിട്ട് പ്രിയ കർത്തദാസനെ സ്നേഹത്തോടും ആദരവോടുകൂടി ക്ഷണിച്ചോളും. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. YMF ജനറൽ ക്യാമ്പിൽ ഒരു പ്രാവശ്യം കൂടി കടന്നു വരുവാനും ദൈവത്തിൻ്റെ വിലയേറിയ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുവാനും എളിയവനായി എനിക്ക് ലഭിച്ച വിലയേറിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അനേക സ്ഥലം സഭകളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള എല്ലാ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകലിലും ഇന്നലെയും ദൈവത്തിൻ്റെ വിലയേറിയ വചനം ധാരാളമായി ശ്രമിപ്പാൻ നമുക്ക് കർത്താവ് കൃപ തന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും സ്പർശിക്കുന്ന അനുഗ്രഹീതങ്ങളായ നിമിഷങ്ങളായി, മണിക്കൂറുകളായി ഈ ക്യാമ്പ് തീരുന്നു എന്നുള്ളതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടെ കടന്നു വന്നിരിക്കുന്ന, പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷ ദർശനം എന്ന നിലയിൽ ചില ആലോചനകൾ പങ്കിടുവാനാണ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. വേർപെട്ട ദൈവജനം സുവിശേഷ ദർശനം ഉള്ളവരാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ കേരളക്കരയിൽ സുവിശേഷത്തിൻ്റെ മാറ്റൊലി ആഞ്ഞടിച്ച ആദ്യകാലത്ത് തന്നെ നമ്മുടെ പിതാക്കന്മാർ ഈ സത്യ സുവിശേഷം ഇരുകരവും നീട്ടി ഏറ്റുവാങ്ങുവാൻ, അതിനുവേണ്ടി അവരുടെ ജീവിതം സമർപ്പിക്കുവാനിടയായിത്തീർന്നു. മാത്രമല്ല, അനേക ആളുകളോട് ഈ സുവിശേഷം പങ്കുവെക്കുവാനും ധാരാളം സ്ഥലം സഭകൾ ഉണ്ടാകുവാനും ഇടയായി എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ്. ഈ തലമുറകളിലായിരിക്കുന്ന നമുക്കും സുവിശേഷ ദർശനം ഉള്ളവരാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ഒരളവിൽ പറഞ്ഞാൽ ഇന്നും മറ്റേത് ക്രിസ്തീയ സമൂഹങ്ങളെക്കാളും സുവിശേഷത്തോട് ഭാരവും ദർശനവുമുള്ള ഒരു സമൂഹം ബ്രദറൻ സമൂഹമാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല എന്നുള്ളത് നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്ന വസ്തുതയാണ്. പ്രിയപ്പെട്ടവരെ, യാഥാർത്ഥ്യം അങ്ങനെയൊക്കെയെങ്കിലും സുവിശേഷത്തോടുള്ള ദർശനം ചില വ്യക്തികളിൽ കുറഞ്ഞു പോകുന്നുവോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു നിർണായകമായ കാലഘട്ടത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഈ നിലവാരത്തിൽ മുന്നോട്ട് പോയാൽ സുവിശേഷത്തിൻ്റെ ദർശനം എത്രമാത്രം ജനങ്ങളിൽ ഉണ്ടാകും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു, ദൈവസഭയ്ക്ക്, സ്ഥലം സഭകൾക്ക്, ദൈവമക്കൾക്ക്, യുവതി യുവാക്കന്മാർക്ക് ഏറ്റവും അധികം ഉണ്ടാകേണ്ടുന്നത് സുവിശേഷ ദർശനമാണ്. ദൈവം നമ്മളെ ഒരുപാട് അനുഗ്രഹിച്ചു, ഒരുപാട് നന്മകൾ നമുക്ക് തന്നു, ഒരുപാട് ബദ്ധപ്പാടുകളും ഒരുപാട് തിരക്കുകളും ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നു. പക്ഷെ അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് സുവിശേഷ ദർശനമാണ് എന്ന് പറഞ്ഞാൽ അത് ഒരളവിൽ വാസ്തവമാണ്. ഈ ക്യാമ്പിൽ നാം സംബന്ധിക്കുന്ന മുഖാന്തരം വലിയൊരു ആത്മീക വെളിച്ചമുള്ളവരായി മടങ്ങിപ്പോകുവാൻ നമുക്കിടയാകണം. ഇന്നിവിടെ വാത്സല്യ സഹോദരൻ ജബി സൈമൺ ഓർപ്പിച്ചതുപോലെ ഈ ഭാരതത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് സുവിശേഷത്തിൻ്റെ സന്ദേശവുമായി നമ്മൾ ഓരോരുത്തരും പോകേണ്ടവരാണ്. മറ്റുള്ളവരോട് ഈ കർത്താവിനെക്കുറിച്ച് നമ്മൾ അറിയിക്കേണ്ടവരാണ് എന്നത് വളരെ വാസ്തവമായൊരു കാര്യമാണ്. കർത്താവ് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. തുടർന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരിക്കും. ഈ സുവിശേഷത്തോട് നമുക്കുള്ള ബന്ധം എന്നുള്ള നിലയിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ സുവിശേഷത്തോട് നമുക്കുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഞാൻ പ്രാരംഭമായി പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇത് നമ്മളോട് വ്യക്തിപരമായ ബന്ധമുള്ളതാണ് എന്നുള്ളതാണ്. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം, അവിടെ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എൻ്റെ സുവിശേഷം എന്നാണ്. എൻ്റെ സുവിശേഷം എന്നാണ്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ
യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ശരിക്കും പൗലോസിൻ്റെ ആ പ്രസ്താവന ശരിയാണോ? എൻ്റെ സുവിശേഷമെന്ന് പൗലോസിന് പറയാൻ എന്നാണ് അധികാരമുള്ളത്? പക്ഷേ പൗലോസ് അങ്ങനെയാണ് പറഞ്ഞത്, എൻ്റെ സുവിശേഷം എന്നുള്ളതാണ്. വേദപുസ്തകം പരിശോധിക്കുന്ന ഓരോ ദൈവപൈതലിനും അറിയാം ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ്, ദൈവത്തിൻ്റെ സുവിശേഷമാണ്. പക്ഷേ പൗലോസ് പറയുന്നു ഇത് എൻ്റെ സുവിശേഷം എന്നാണ്. എന്താണ് അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം നമുക്കറിയാം. സുവിശേഷത്തോട് അദ്ദേഹത്തിനുള്ള ബന്ധമാണ്, സുവിശേഷത്തോട് അദ്ദേഹത്തിനുള്ള സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ആ ഒരു ആശയത്തിലേക്ക് വരുവാൻ ആവശ്യമുണ്ട്. എൻ്റെ സുവിശേഷമാണ്, എൻ്റെ സുവിശേഷമാണ്. എൻ്റെ സുവിശേഷം എന്നുള്ളൊരു മനോഭാവം എനിക്കും നിങ്ങൾക്കും ഉണ്ടായാൽ, പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ സാക്ഷികളായി നമ്മൾ ജീവിക്കും എന്നുള്ളതിന് രണ്ടു പക്ഷമില്ല. നമുക്കറിയാം, നമ്മുടെ സ്വന്തം കാര്യത്തിന് നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തേക്കാൾ ഉത്തരവാദിത്വമുണ്ട്. നാം തിരുവെഴുത്തിൽ തന്നെ വായിക്കുന്നുണ്ട്, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ഇപ്പം സ്വന്തം ഗുണം നോക്കുവാൻ വേറെ പ്രത്യേകിച്ച് ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. കൊച്ചുകുട്ടികളോടൊക്കെ ആണെങ്കിൽ, സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ ആണെങ്കിൽ പഠിക്കുക എന്നൊക്കെ നമ്മൾ പറയും. അങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. എന്നാലൊരു പക്വതയിലേക്ക് എത്തിയ ആളുകൾക്കോട് അവരുടെ സ്വന്തം കാര്യം നോക്കാനായിട്ട് പ്രത്യേക ഉപദേശമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നതിന് പ്രത്യേക ഉപദേശങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം എൻ്റേതാണ് എന്നുള്ള ആ ആഴമേറിയ ബോധ്യം നമുക്കുണ്ടെങ്കിൽ സുവിശേഷത്തിന് വേണ്ടി നമ്മുടെ ജീവിതം ആവോളം ചെലവഴിക്കുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിൽ ഈ ആശയം നമുക്ക് ഏറ്റെടുക്കാം. എൻ്റെ സുവിശേഷമാണ്, ഇതെൻ്റെ സുവിശേഷമാണ്, ഇതെൻ്റെ വ്യക്തിപരമായ സുവിശേഷമാണ് എന്ന് നമുക്കിത് ഏറ്റെടുത്ത് ഈ സുവിശേഷത്തിൻ്റെ ദർശനം നമുക്കുള്ളവരായി ഈ ക്യാമ്പ് വിട്ട് വ്യാഴാഴ്ച ഉച്ചയോട് കടന്നു പോകുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സുവിശേഷത്തോട് നമുക്കുള്ള ബന്ധം എന്നുള്ള നിലയിൽ രണ്ടാമതായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ രക്ഷിക്കപ്പെട്ടത് മറ്റൊരു വ്യക്തി എന്നോട് സുവിശേഷം പറഞ്ഞാണ്. നമ്മൾക്കൊക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടത് മറ്റുള്ളവർ നമ്മോട് സുവിശേഷം പറഞ്ഞാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമ്മളാരും എന്തെങ്കിലും ദർശനം കണ്ടോ, സ്വപ്നം കണ്ടോ, വെളിപ്പാട് കണ്ടോ, രോഗം മാറിയത് കൊണ്ടോ, അത്ഭുതം കണ്ടതുകൊണ്ടോ നമ്മളാരും രക്ഷിക്കപ്പെട്ടവരല്ല. നമ്മോട് വേറൊരാൾ സുവിശേഷം പറഞ്ഞതാണ്. ആ സുവിശേഷ സന്ദേശത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നമുക്ക് ഓരോരുത്തർക്കും ബോധ്യം വരുത്തി തന്നതാണ്. അതുകൊണ്ടാണ് ക്രൂശിങ്കലേക്ക് വരുവാൻ നമുക്കിടയായി തീർന്നത്. അതുകൊണ്ടാണ് ദൈവപുത്രൻ്റെ പവിത്ര പാദങ്ങളിലേക്ക് അടുത്തു വരുവാൻ നമുക്കിടയായി തീർന്നത്. അതുകൊണ്ടാണ് ഭാഗ്യനാൾ ഭാഗ്യനാൾ യേശുവൻ പാപം തീർത്ത നാൾ അങ്ങനെ പാടുവാൻ ഒരു സുന്ദര സുദിനം നമ്മുടെ ജീവിതത്തിലുണ്ടായത്. എന്താണ് കാരണം? മറ്റൊരു വ്യക്തി നമ്മോട് സുവിശേഷം പറഞ്ഞു എന്നുള്ളതാണ്. അതേതെങ്കിലും നിലകളിലാകട്ടെ, അങ്ങനെ സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ടത്. ആ ബോധ്യം നമുക്കുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മോട് മറ്റുള്ളവർ സുവിശേഷം പറഞ്ഞ് നാം രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നാമും മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ തീർച്ചയായും കടപ്പെട്ടവരാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട സന്ദർഭം ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നുണ്ട്. സുവിശേഷൻ ബാലസംഘത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ക്ലാസ്സിൽ ഞാൻ 10 വയസ്സുള്ളൊരു ബാലനായിരുന്നപ്പോൾ ആ ഗ്രൂപ്പ് ക്ലാസ്സിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് അധ്യാപകൻ പറഞ്ഞു. പറഞ്ഞ് ഈ കർത്താവിനെ രക്ഷിതാമായി സ്വീകരിക്കുവാൻ നിങ്ങൾ എത്ര പേർക്ക് താല്പര്യമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടി അദ്ദേഹം ആ വാക്കുകൾ പറഞ്ഞു തന്നു. ഞാൻ ഹൃദയത്തിൽ നിന്ന് ആ വാക്കുകൾ ഏറ്റു പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി നമ്മോട് സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമുക്കറിയാം, മിഷണറിമാർ, സായിപ്പന്മാരൊക്കെ നമ്മുടെ ഈ ആർഷഭാരതത്തിൽ വന്നതിൻ്റെ ചരിത്രം നമുക്കറിയാം. അവർ ബഹുസമ്പന്നരായ ആളുകളായിരുന്നു, വളരെ സുഖ സമൃദ്ധികൾ ജീവിച്ചവരായിരുന്നു. പക്ഷെ അതെല്ലാം വിട്ട് അവർക്കുള്ളതെല്ലാം വിറ്റ് ആ പണം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ചെലവഴിച്ചായിരുന്നു സുവിശേഷം അറിയിച്ചത്. ആ ചരിത്രമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന വസ്തുതയാണ്. നാം രക്ഷിക്കപ്പെടുവാൻ നമുക്ക് പിമ്പിൽ അധ്വാനിച്ച ചില ജീവിതങ്ങളുണ്ട്. നാം ആ കാര്യം മറന്നു പോകരുത്. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ മറ്റാശയങ്ങളിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. റോമാലേഖനം 10-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും? കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗിക്കുന്നവനില്ലാതെ എങ്ങനെ കേൾക്കും?
ഞാൻ കേട്ടത് മറ്റൊരാൾ പ്രസംഗിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ പറഞ്ഞു തന്നത് കൊണ്ടാണ്. ബഹുമാന്യ ദൈവജനമേ, ആ ബോധ്യം നമുക്കും ഉണ്ടാകണം. മറ്റുള്ളവരോട് ഈ ദൈവപുത്രനെ കുറിച്ച് പറയുവാൻ നമുക്കും കഴിയേണ്ടതായിട്ടുണ്ട്. സുവിശേഷത്തോട് നമുക്കുള്ള ബന്ധം എന്നുള്ള നിലയിൽ ഞാൻ മൂന്നാമതായി പറയുവാൻ ആഗ്രഹിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യമാണ്. നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണ് ഇങ്ങനെ പറയുന്നതൊക്കെ. അവിടെ നാം രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ നമുക്ക് സുവിശേഷ ദർശനം ലഭിച്ചു എന്നുള്ളതാണ് അവിടുത്തെ ആശയം. എന്ന് പറഞ്ഞാൽ അവിടെ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ അഥവാ നാം രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ഈ സുവിശേഷ ദർശനവും കിട്ടുകയാണ്. നാം ഈ സുവിശേഷത്തിൻ്റെ സത്യം നമ്മുടെ ഉള്ളിൽ പകരുകയാണ്. പിന്നെ നമുക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റാതിരിക്കും? പിന്നെ നമുക്ക് എങ്ങനെ ഇത് അറിയിക്കാതിരിക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, നാം രക്ഷിക്കപ്പെട്ട ആ ക്ഷണത്തിൽ തന്നെ, അഥവാ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന ആ ക്ഷണത്തിൽ തന്നെ സുവിശേഷത്തിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വന്നു. ഇത് ഞാൻ അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടതെന്ന് മാത്രമല്ല, ഇത് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനുള്ള ഒരു അനുഗ്രഹവും ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് കൃപാവരത്തിൽപ്പെട്ട കാര്യമല്ല. നമുക്കറിയാം, കൃപാവരവും നമുക്ക് ലഭിക്കുന്നത് രക്ഷിക്കപ്പെടുമ്പോഴാണ്. അല്ലാതെ നമ്മൾ കുറെ വർഷങ്ങൾ കഴിഞ്ഞല്ല നമുക്ക് കൃപാവരങ്ങൾ കിട്ടുന്നത്. പക്ഷേ ഇത് കൃപാവരത്തിൽപ്പെട്ട കാര്യമല്ല. കൃപാവരങ്ങൾ കിട്ടുകയാണെങ്കിൽ ആ കിട്ടിയ കൃപാവരങ്ങൾ മാത്രം കിട്ടുന്നവർ ജ്വലിപ്പിച്ചാൽ മതി. എന്നാൽ സുവിശേഷ ദർശനം എന്ന് പറയുന്നത് കൃപാവരത്തിൽപ്പെട്ട കാര്യമല്ല. എല്ലാ ആളുകളും ഇത് സുവിശേഷം അറിയിക്കുവാൻ കടപ്പെട്ടവരാണ്. സുവിശേഷകന്മാർ എന്നൊരു കൂട്ടമുണ്ട്. അതല്ല ഞാനിവിടെ ഉദ്ദേശിച്ചത്. നാം എല്ലാവരും രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്കെല്ലാവർക്കും സുവിശേഷം അറിയിക്കുവാൻ ഒരു ജ്വാല ദൈവം നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ നാം കാണുന്ന അനുഗ്രഹീതമായ വസ്തുതയാണ്. നാലാമത്തെ ആശയം മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ് എന്നുള്ളതാണ്. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്, നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയാണ് ഇത് എന്ന് പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഉയർത്തെഴുന്നേറ്റ കർത്താവ് തൻ്റെ ശിഷ്യഗണത്തിന് കൊടുത്ത കൽപ്പന തലമുറയായി കൈമാറിപ്പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമുക്കേവർക്കും നന്നായിട്ടറിയാം. പ്രിയപ്പെട്ടവരെ, ഈ കാലയളവിൽ ജീവിച്ചിരിക്കുന്ന നമുക്കുള്ളതാണ് ഈ ആഹ്വാനം, നമ്മുടെ തലമുറകൾക്കുള്ളതാണ് ഈ ആഹ്വാനം. നാം ആരും അത് മറന്നു പോകരുത്. ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഈ കൽപ്പന നാം അനുഷ്ഠിക്കുവാൻ തികച്ചും കടപ്പെട്ടവരാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള കർത്താവാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഏത് കൽപ്പനയാണെങ്കിലും അല്ലെങ്കിൽ ഏത് കാര്യമാണെങ്കിലും ആരാണ് പറയുന്നത് എന്നുള്ളത് ആ വിഷയത്തിൻ്റെ ഗാംഭീര്യം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്കറിയാം, ഒരു ജില്ലയിൽ സ്കൂളുകൾക്ക് അവധി കൊടുക്കുക. ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയുക, ഇന്ന ജില്ലയിലുള്ള സ്കൂളുകൾക്കൊക്കെ ഞാൻ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അത്ര വില പോകുന്ന കാര്യമല്ല. എന്നാൽ ജില്ലാ കളക്ടർ പറയുകയാണ്, നാളെ ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, ഈ ജില്ലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കുമെന്ന് പറഞ്ഞാൽ അത് വാസ്തവമാണ്. അപ്പോൾ പറയുന്നത്, രണ്ടുപേരും പറഞ്ഞത് ഒരു കാര്യം തന്നെയാണെങ്കിലും ആരാണ് പറയുന്നത് എന്നുള്ളത് വിഷയത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഇവിടെ ആരാണ് ഈ കൽപ്പന തന്നിരിക്കുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവൻ. അതുപോകട്ടെ, വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അധികാരമുള്ളത് നമ്മുടെ കർത്താവിനാണ്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് അധികാരമുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ ഏറ്റവും അധികം അധികാരം നമ്മുടെ കർത്താവിന് തന്നെയാണ് എന്നുള്ളത് നാം നിശ്ചയമായി മനസ്സിലാക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തോടുള്ള നമുക്കുള്ള ബന്ധമാണ് ഞാനിവിടെ പറഞ്ഞു പോയത്. ഇതെൻ്റെ സുവിശേഷം എന്നുള്ള ആശയത്തിലേക്ക് നാം വരേണ്ടതാണ്. മാത്രമല്ല, മറ്റുള്ളവർ എന്നോട് സുവിശേഷം പങ്കുവെച്ചതുകൊണ്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. മാത്രമല്ല, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ സുവിശേഷം അറിയിക്കുവാനുള്ള, സുവിശേഷത്തിൻ്റെ സാക്ഷിയായി തീരാനുള്ള ഒരു കൃപ, ഒരു ദാനം എനിക്ക് ദൈവം തന്നിരിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. മാത്രമല്ല, ഇത് നമ്മുടെ കർത്താവിൻ്റെ കൽപ്പനയാണ് എന്നുള്ളത് നാം ചിന്തിക്കുകയായിരുന്നു. ഞാനിനി മുന്നോട്ട് വരട്ടെ. സുവിശേഷ ദർശനം ഇന്നുണ്ടാകേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. പക്ഷേ സുവിശേഷ ദർശനം
കഴിഞ്ഞ നാളുകളേക്കാൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുള്ള ചില കാരണങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ദൈവസന്നിധിയിൽ നമുക്ക് തുടർന്നും പ്രാർത്ഥനയോടെ ഇരിക്കാം. സുവിശേഷ ദർശനം നഷ്ടപ്പെടുന്നതിൻ്റെ ചില കാരണങ്ങൾ. സുവിശേഷ ദർശനം നഷ്ടപ്പെടുന്നതിൻ്റെ ചില കാരണങ്ങൾ. ഒന്നാമത്തെ കാരണമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നാം രക്ഷിക്കപ്പെട്ടതിൻ്റെ മഹത്വം നമുക്ക് വേണ്ടവണ്ണം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടതിൻ്റെ മഹത്വം നാം മനഃപൂർവ്വം മറന്നു കളയുന്നു എന്നുള്ളതാണ്. ആ രക്ഷയുടെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ വേണ്ടവണ്ണം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ രക്ഷയുടെ വലിപ്പം, അതിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത ഞാൻ ഓരോ ദിവസവും വേണ്ടവണ്ണം അറിയുന്നില്ല എന്നുള്ളതാണ്. ഞാനിന്ന് രാത്രി ഈ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് ശരിയായ ബോധ്യമുണ്ട്. ഒരുപാട് ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാതെ, ഈ രക്ഷയുടെ മഹത്വം മനസ്സിലാക്കാതെ ജീവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയല്ല. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ മഹത്വം നാം മനസ്സിലാക്കണം. നാം രക്ഷിക്കപ്പെട്ടതിൻ്റെ മഹത്വവും നാം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നാം എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്കറിയാം. വളരെ പരിചിതമായ വാക്യങ്ങളാണ്, എടുത്തു വായിക്കേണ്ട ആവശ്യമുള്ള വാക്യങ്ങളെല്ലാം. അവിടെ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ രക്ഷയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇത്ര വലിയ രക്ഷ എന്നാണ്. സോ ഗ്രേറ്റ് സാൽവേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ രക്ഷയുടെ മഹത്വം, അയ്യോ ഇത് ഇത്ര വലിയ രക്ഷയാണല്ലോ, ഇത്ര ഉന്നതമായ രക്ഷയാണല്ലോ, അത് മനസ്സിലാക്കുവാൻ ഓരോ വിശ്വാസിക്കും കഴിയേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടത്, അത് എനിക്ക് ലഭിച്ച രക്ഷ, അത് വലിയ രക്ഷയാണല്ലോ. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടപ്പോൾ ആ ദുഷ്ടതയെ കവിയുമാറ് ദൈവം വലിയ രക്ഷയാണ് ഒരുക്കിയത്. അതുകൊണ്ടാണ് നമുക്കൊക്കെ വലിയ രക്ഷ പ്രാപിപ്പാൻ ഇടയായിത്തീർന്നത്. ആ രക്ഷയുടെ മഹത്വം, ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ മഹത്വം നമ്മൾ ഓരോ ദിവസവും മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ, അതൊരു പക്ഷേ 10 വർഷമായിരിക്കാം, 20 വർഷമായിരിക്കാം, 30 വർഷമായിരിക്കാം, 40 വർഷമായിരിക്കാം, അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് വലിയ ആത്മീക സന്തോഷമായിരുന്നു, എന്നാൽ ഇന്ന് അത്ര കണ്ട് സന്തോഷമൊന്നും ഇല്ല എന്ന് പറയുന്ന ചില ആളുകളെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ അങ്ങനെ പറയുന്നത് ഒരു ദൈവനിഷേധമാണ് എന്ന് മാത്രമേ എനിക്ക് ഇന്ന് രാത്രി പറയാനായിട്ടുള്ളൂ. അങ്ങനെ പറയാൻ പാടില്ല. 40 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടപ്പോൾ എനിക്ക് എന്തറിയാമായിരുന്നു? വചനത്തിലെ എത്ര സത്യങ്ങൾ അറിയാമായിരുന്നു, എത്ര ഉപദേശ വിഷയങ്ങൾ അറിയാമായിരുന്നു. വളരെ വളരെ കുറച്ചു മാത്രമേ നമുക്കറിയുകയുള്ളായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് എത്രയധികം കാര്യങ്ങൾ ദൈവാത്മാവ് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് എന്താ? എനിക്ക് അന്നായിരുന്നു സന്തോഷം എന്നുള്ളത്. എന്താ അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്നറിയാമോ? ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടതിന്റെ മഹത്വം, ആ രക്ഷയുടെ മഹത്വം ഞാൻ പാടേ മറന്നു കളയുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നാം രക്ഷിക്കപ്പെട്ടതിന്റെ മഹത്വം ഓരോ ദിവസം കഴിയും തോറും നമുക്ക് വർദ്ധിച്ച് വരേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവിനാൽ പിടിക്കപ്പെടുകയായിരുന്നു. അതിനെക്കുറിച്ച് പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 3 ഭാഗത്താണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലുമാണ് പറയുന്നത്. ആ കാലങ്ങൾ കഴിയും തോറും ആ പറച്ചിലിന്റെ വ്യത്യാസം നമ്മളൊന്ന് മനസ്സിലാക്കണം. 9-ാം അധ്യായത്തിൽ അതിന് 3-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം എന്നെ ചുറ്റുമിന്നി. ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം എന്നെ ചുറ്റുമിന്നി. അത് 22-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ എന്താ പറയുന്നത് അറിയാമോ? 22-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്, ആകാശത്ത് നിന്ന് വലിയൊരു വെളിച്ചം എന്നെ ചുറ്റുമിന്നി. നോക്കണം, ആ വ്യത്യാസം നോക്കണം. 9-ാം അധ്യായത്തിൽ ഒരു വെളിച്ചം എന്നെ ചുറ്റുമിന്നി എന്നാണ് പറയുന്നത്. എന്നാൽ 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയൊരു വെളിച്ചം എന്നെ ചുറ്റുമിന്നി എന്നാണ് പറയുന്നത്. 26-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുന്നത് എന്താ? നട്ടുച്ചയ്ക്ക് സൂര്യനെ കവിയുന്ന ഒരു വെളിച്ചം എന്നെ ചുറ്റുമിന്നി. എന്തോ ഒരു വ്യത്യാസമാണെന്ന് നോക്കണം. ഈ 3 കാര്യങ്ങളും ഒറ്റ ആശയമേ ഉള്ളൂ. പക്ഷെ അത് കാലങ്ങൾ കഴിയും തോറും അതിന്റെ മഹത്വം പൗലോസിന് വർദ്ധിച്ചു വരികയാണ്. ബഹുമാന്യ ദൈവമക്കളെ, 10 വർഷം മുമ്പ്, 15 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 40 വർഷവും 60 വർഷവും മുമ്പ് രക്ഷിക്കപ്പെട്ട ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രക്ഷയുടെ സന്തോഷം ഈ നാളുകളിൽ വർദ്ധിച്ചു വരുന്നുണ്ടോ? ആ രക്ഷയുടെ മഹത്വം ഞാൻ വേണ്ടവണ്ണം അറിയുന്നുണ്ടോ?
അതറിഞ്ഞാൽ മാത്രമേ സുവിശേഷത്തിൻ്റെ സാക്ഷ്യം വഹിപ്പാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് നിശ്ചയമായി നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ അറിയുമ്പോഴാണ് അനേകരോട് ഇത് പങ്കുവെക്കുവാൻ നമുക്കിടയാകുന്നത്. നമുക്കറിയാം, ഇതല്ലാതെ വേറൊരു രക്ഷാമാർഗവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ബന്ധപ്പെടേണ്ട ആവശ്യമില്ല. പ്രവൃത്തി 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഏകനാമം, മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിനായി ഒരൊറ്റ നാമം മാത്രമേ ചരിത്രത്തിലുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഇത് ലോകത്തിലെ മുഴുവൻ ആളുകളും അറിയണമെന്നും അംഗീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നാം തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, എന്താ? അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. 2 തിമോഥെയോസ് 2-ാം അധ്യായം 4-ാം വാക്യം. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമുക്കറിയാം. ലോകത്തിലെ സകല ആളുകളും രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത് എത്രയോ ശരി തന്നെയാണ്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെടണം, എല്ലാവരും രക്ഷ പ്രാപിക്കണം. അത് വളരെ ശരി തന്നെയാണ്. എന്നാൽ ആ വാക്യം അതുകൊണ്ട് അവസാനിപ്പിക്കുകയല്ല. എല്ലാവരും രക്ഷ പ്രാപിപ്പാനും അടുത്തത് സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. എന്താ അതിന്റെ അർത്ഥം? സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം, ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കുക. അർത്ഥാൽ രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടുക, സ്നാനപ്പെട്ടവർ വേർപെടുക, സ്ഥലം സഭാ ബന്ധത്തിൽ വരിക. അതാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട് നമ്മളൊക്കെ ആരാധിക്കുന്നത് പോലെ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന സ്ഥലം സഭാ ബന്ധങ്ങളിൽ അവർ വരണമെന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇത് നമ്മെ കൊണ്ടാണ് സാധിപ്പിക്കേണ്ടത്. ദൈവം അത് നമ്മിലൂടെയാണ് നിറവേറ്റുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് മഹത്വം ഞാൻ മനസ്സിലാക്കണം. എത്ര പേര് ഓരോ ദിവസവും ചിന്തിക്കാറുണ്ട്, എൻ്റെ രക്ഷയുടെ മഹത്വം എത്രയോ വലുതാണ്. ഞാൻ രക്ഷിക്കപ്പെട്ട ദിവസം നമ്മൾ എത്ര പേര് ചിന്തിക്കാറുണ്ട്? ചിലപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട വർഷമോ മാസമോ ഒന്നും ഓർത്തില്ല എന്ന് വന്നേക്കാം. ഒരുപക്ഷെ ആ ഡേറ്റ് നമ്മൾ ഓർത്തില്ല എന്ന് വന്നേക്കാം. പക്ഷെ മറന്നു പോകാത്ത ഒരു യാഥാർത്ഥ്യമുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ട ആ സന്ദർഭം, അത് നമ്മൾ മറന്നു പോകുന്നത് എങ്ങനെയാണ്? കാരണം നമ്മുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയ, നമ്മുടെ ജീവിതത്തെ സന്ദർശിച്ച, നാം ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന ആ സന്ദർഭം നമുക്ക് എങ്ങനെ മറന്നു പോകാൻ പറ്റും? പാടില്ല, മറന്നു പോകാൻ പാടില്ല, മറന്നു പോകാൻ പറ്റുകയുമില്ല. എന്താ കാര്യമെന്നറിയാമോ? നമ്മുടെ ജീവിതത്തെ അത്രമാത്രം സ്പർശിച്ച സന്ദർഭമാണ്. പ്രിയപ്പെട്ടവരെ, അത് നമ്മളെ കൂടെ ഓർക്കാറുണ്ടോ? അതൊക്കെ നമ്മൾ ഓർത്തേ മതിയാകെയുള്ളൂ. അപ്പോഴാണ് ഈ രക്ഷയുടെ സന്തോഷം നമുക്കധികമായി അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത്. സുവിശേഷ ദർശനം കുറഞ്ഞു പോകുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്നാമതായി ഞാൻ പറയുന്നത്, നാം രക്ഷിക്കപ്പെട്ടതിന് മഹത്വം നാം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ആഴമായി മനസ്സിലാക്കി ഓരോ ദിവസവും അത് മനസ്സിലാക്കി ഒരു പുതുക്കത്തിൻ്റെ അനുഭവത്തിലൂടെ മുന്നോട്ട് വരുവാൻ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സുവിശേഷ ദർശനം നഷ്ടപ്പെടുന്നതിന് രണ്ടാമത്തെ കാരണം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമില്ലായ്മ എന്നുള്ളതാണ്. ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമില്ലായ്മ എന്നുള്ളതാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരമില്ല എന്നുള്ളതാണ്. ആകട്ടെ, എന്താണ് ആത്മഭാരം എന്ന് പറയുന്നത്? എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യം, വേദഭാഗം. അപ്പോൾ റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ നിന്ന് ഞാനിത് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആത്മഭാരം എന്താണ് എന്നുള്ളതിന് ഒരു കൃത്യമായ നിർവചനം ഒന്നും വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. പക്ഷേ എന്താണ് ആത്മഭാരം എന്നുള്ളതിന് ഇത്രയും നല്ലൊരു വാക്യം വേറെയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പൗലോസിന്റെ ആത്മഭാരമാണ് ഇവിടെ കാണുന്നത്. പ്രവർത്തന പുസ്തകം 9-ാം അധ്യായം അതിന് 1 മുതലുള്ള വാക്യങ്ങൾ. പൗലോസ് പറയുന്നു, ഞാൻ ക്രിസ്തുവിൽ എന്ത് പറയുന്നു? സത്യം പറയുന്നു. ഞാൻ പൗലോസ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും നമുക്കറിയാം സത്യമാ പറയുന്നത്. അടുത്ത എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് ഫോഷ്കല്ല. ആവർത്തിച്ച് പറയുക, ഞാൻ പറയുന്നത് ഫോഷ്കല്ല. അടുത്തത്, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്നെൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കും. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ വേദനയുമുണ്ട്. എന്താണെന്ന് താഴെ പറയുന്നുണ്ട്. ജഡപ്രകാരം തന്നെ ചാർച്ചക്കാരായ തൻ്റെ സഹോദരന്മാർ നശിച്ചു പോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം.
എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ വേദനയുമുണ്ട്. നമുക്കറിയാം, നമുക്കൊക്കെ ദുഃഖമുണ്ടാകാറുണ്ട്. പക്ഷെ വലിയ ദുഃഖം എന്നും ഉണ്ടാകാറുണ്ടോ? വല്ലപ്പോഴും ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് വലിയ ദുഃഖം ഉണ്ടാകാറുണ്ട്. നമുക്ക് ഹൃദയത്തിന് വേദന ഉണ്ടാകാറുണ്ട്, നോവുണ്ടാകാറുണ്ട്. പക്ഷേ അത് എപ്പോഴും ഉണ്ടാകാറുണ്ടോ? ഇവിടെ പറയുന്നത് എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ വേദനയുമുണ്ട്. അതാണ് ആത്മഭാരം എന്ന് പറയുന്നത്. വലിയ ദുഃഖം, ഹൃദയത്തിൽ ഇടപെടാതെ വേദന. ഞാൻ ചോദിക്കട്ടെ, ഹൃദയത്തിൽ ഇടപെടാതെ വേദന വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വെറുതെ അങ്ങിരിക്കുമോ? ജസ്റ്റ് ഒരു വേദന വന്നാൽ നമ്മൾ വിചാരിക്കുമല്ല ഗ്യാസിന്റെ വില പ്രശ്നമായിരിക്കാം എന്ന് വിചാരിച്ച് കുറെ നേരമൊക്കെ ഇരിക്കും. പക്ഷെ കൂടെ വേദന വരികയാ, എല്ലാ ദിവസവും വേദന വരികയാ. അങ്ങനെയെങ്കിൽ നമ്മൾ ഗ്യാസിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല. നമ്മൾ വിദഗ്ധനായ ഒരു കാർഡിയോളജിസ്റ്റിനെ കാണും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആത്മഭാരം എന്ന് പറയുന്നത് ഹൃദയത്തിന് ഇടപെടാതെ വേദന ഉണ്ടാവുക, വലിയ ദുഃഖമുണ്ടാവുക. അതാണ് ആത്മഭാരം എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന എന്റെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, ഈ ആത്മഭാരം നമ്മളിൽ എത്ര പേർക്ക് എത്ര പ്രാവശ്യം ഉണ്ടാകാറുണ്ട്? നമ്മുടെ സമശിഷ്ടങ്ങളായ ജീവിതങ്ങളോട് ആത്മഭാരമുള്ള എത്ര പേരിവിടെയുണ്ട്? ഈ ക്യാമ്പിൽ നാം വെറുതെ വന്നതല്ല, ദൈവം നമ്മളിവിടെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. പുതിയ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വേണം മടങ്ങിപ്പോകുവാനെന്ന് വളരെ വിനയത്തോട് ഞാൻ ഓർപ്പിക്കുകയാണ്. ആത്മഭാരം നമുക്കുണ്ടാകണം, അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം വാക്യം നമുക്കറിയാം. എന്താ? രാത്രിയിൽ യാമാരംഭത്തിങ്കിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. എന്താ? വിശപ്പ് കൊണ്ട് വീഥിയുടെ തലക്കിലൊക്കെയും തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ രക്ഷയ്ക്കായി ദൈവസന്നിധിയിൽ കൈമലർത്തുക. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ കൈമലർത്തേണ്ടുന്ന, നിലവിളിക്കേണ്ടുന്ന ഒരു ആത്യന്തികമായ കാലഘട്ടമാണിത്. പക്ഷെ ഇന്ന് എത്ര വിശ്വാസികൾ ഇത് ചെയ്യുന്നുണ്ട്? വീഥിയുടെ തലക്കിലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, ഇടം കൈ വലം കൈ തിരിച്ചറിയാത്ത ആളുകൾ. നമുക്കറിയാം, ഒരു 15 വർഷം മുമ്പ് വർത്തമാന പത്രങ്ങളും മാധ്യമങ്ങളും നമ്മൾ കണ്ടല്ലോ. അപ്പോൾ കണ്ട വാർത്തകൾ പോലെയാണോ ഈ കാലങ്ങളിലെ വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്? അല്ല, എന്തോ ഒരു വ്യത്യാസമാണ്. എൻ്റെ ദൈവമേ, ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നും എന്ന് നമ്മളെ ചിന്തിപ്പിക്കത്തക്ക നിലയിൽ അത്രമാത്രം സങ്കടകരമായ വാർത്തകളല്ലേ നമ്മൾ വായിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതല്ല സൂചിപ്പിക്കുന്നത് ആളുകൾ തളർന്നു കിടക്കുകയാണ്, വിളഞ്ഞു കിടക്കുന്ന പാനങ്ങളാണ്. അത് കാണുവാനുള്ള കണ്ണ് നമുക്കുണ്ടാകണം. മാത്രമല്ല, അവരെ കുറിച്ചുള്ള ആത്മഭാരം നമുക്കുണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ആത്മഭാരമുള്ളൊരു ഹൃദയം നമുക്കുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ 2023 എത്ര പ്രാവശ്യം നമ്മുടെ ഹൃദയം ആത്മഭാരം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്? ആത്മഭാരം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ആത്മഭാരം നമ്മുടെ ഹൃദയത്തിൽ ആഴമായി ഉണ്ടാകുവാൻ നമുക്ക് കഴിയേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മൊറേവിയൻ ബ്രദേഴ്സിനെ കുറിച്ച് നമുക്കറിയാം, ജിം എലിയറ്റിനെ കുറിച്ച്, അങ്ങനെ അനേക ദൈവദാസന്മാരെ കുറിച്ച് അറിയാം. ഞാനിതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മഭാരത്തിന്റെ ആധിക്യം കൊണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ. ആത്മഭാരം നമ്മളിൽ എത്ര പേർക്കുണ്ട്? ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, എന്റെ ബഹുമാന്യ സഹോദരന്മാരെ, ആത്മഭാരം നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രമുണ്ട്? നമ്മുടെ ഹൃദയം ആത്മഭാരമുള്ള ഹൃദയമാകണം. അത് നമ്മളിൽ അതുണ്ടായേ മതിയാകുള്ളൂ. ദൈവം അത് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. അയ്യോ, എനിക്ക് കഴിവില്ലല്ലോ, ആത്മഭാരം ഉണ്ടായാലും എനിക്ക് വലിയ കഴിവോ അറിവോ പാണ്ഡിത്യമോ ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്താ അതുകൊണ്ട് പ്രയോജനം എന്നൊരു പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. ഞാൻ പറയട്ടെ, നമ്മുടെ കഴിവിനിവിടെ യാതൊരു പ്രസക്തിയുമില്ല, ഒരു പ്രസക്തിയുമില്ല. നമ്മുടെ കഴിവ് കർത്താവ് നോക്കുന്നില്ല, നമ്മുടെ അറിവ് കർത്താവ് നോക്കുന്നില്ല. നീ ആരുമാകട്ടെ, എങ്ങനെയുള്ള വ്യക്തിയുമാകട്ടെ, ആത്മഭാരമുള്ള ഹൃദയം നിനക്കുണ്ടെങ്കിൽ നിന്നിലൂടെ വൻ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും. യുവ സഹോദരന്മാരെ, കോളേജുകളിൽ പഠിക്കുന്ന, സ്കൂളുകളിൽ പഠിക്കുന്ന, മറ്റ് ഹയർ ഡിഗ്രിക്ക് പഠിക്കുന്ന എൻ്റെ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ആത്മഭാരം ഉണ്ടാകണം. സഹോദരന്മാരെ, ഈ ആത്മഭാരം നമുക്കുണ്ടാകണം. നമ്മുടെ ഹൃദയം ആത്മഭാരമുള്ള ഹൃദയമായി മാറണം. വേർപെട്ട ദൈവജനത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അതിന്റെ ക്രീം എന്നുള്ള നിലയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ആത്മഭാരമുണ്ടായാൽ അല്പത്തെ കൊണ്ട് അധികം ചെയ്യുന്ന കാര്യം, നമ്മെ കൊണ്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു കർത്താവ് ജീവിക്കുന്നുവെന്ന് ഇന്ന് രാത്രി നമ്മൾ മറന്നു പോകരുത്. ആത്മഭാരമുള്ളൊരു ഹൃദയം നമുക്കുണ്ടാകണം. കർത്താവേ, എനിക്ക് ആത്മഭാരമുള്ളൊരു ഹൃദയം തരണമേ കർത്താവേ.
അങ്ങനൊന്ന് പ്രാർത്ഥിച്ചാട്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവേ, എനിക്ക് ആത്മഭാരമുള്ളൊരു ഹൃദയം തരണമേ. ഞാൻ ഈ വിഷയത്തിന്റെ ഒടുവിലേക്ക് വരട്ടെ, അപ്പം ഞാനൊരു തീരുമാനമെടുക്കാം എന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. ഇപ്പൊ തന്നെ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നാട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ കർത്താവേ, എനിക്ക് ആത്മഭാരമുള്ളൊരു ഹൃദയം തരണമേ, ആത്മഭാരമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ, നശിച്ചു പോകുന്ന ആത്മാക്കളോടുള്ള ഭാരം എനിക്ക് തരണമേ. യൗവനക്കാരെ, പ്രാർത്ഥിക്കണം, എന്നും പ്രാർത്ഥിക്കണം. ആത്മഭാരമില്ല എന്നുള്ളത് കൊണ്ടാണ് സുവിശേഷ ദർശനം നഷ്ടപ്പെട്ടു പോകുന്നത്. അത് മടക്കി വരുത്തണം, അത്യന്താപേക്ഷിതമായ കാര്യമാണ്. മൂന്നാമത്തെ കാര്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സുവിശേഷ ദർശനം നഷ്ടപ്പെടുന്നതിന്റെ അടുത്ത കാരണം ത്യാഗമനോഭാവമില്ലായ്മ എന്നുള്ളതാണ്. ത്യാഗമനോഭാവമില്ലായ്മ എന്നുള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ 4 പേരൊരു പക്ഷപാത രോഗിയെ ചുമന്ന് കഫർനഹൂമിൽ നമ്മുടെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത് നാം കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ആ കഠിനാധ്വാനമാണ്. നോക്കണം, അവർ ആ കട്ടിലോടെ ഈ യേശു നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കിയപ്പോൾ പറ്റുന്നില്ല. വലിയ പുരുഷാരം അവിടെയെല്ലാം തിങ്ങി നിറഞ്ഞേക്കുകയാണ്. അവരെന്ത് ചെയ്തു? ആ കട്ടിലോടെ വീടിന് മുകളിൽ കയറി മേൽപ്പുര പൊളിച്ചു, കട്ടിലിന് 4 വശത്തും ഓരോ കയറൊക്കെ കെട്ടി താഴേക്ക് ഇറക്കുകയാണ്. അവരുടെ അധ്വാനം എത്ര വലുതാണ്! അവരുടെ വിശ്വാസം കണ്ടിട്ടെന്നാ കർത്താവ് പറയുന്നില്ലേ, അവരുടെ വിശ്വാസം കണ്ടിട്ട് അവനെ സൗഖ്യമാക്കി. എന്തോ ഒരു വിശ്വാസമായിരുന്നു! അവരുടെ കഠിനാധ്വാനമാണ് ഞാനിവിടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് ത്യാഗമുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. അത് ചെയ്യുവാൻ നാം തയ്യാറാവുക എന്നുള്ളതാണ് ആവശ്യമായ കാര്യം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ വേലയിൽ നമ്മൾ ഉത്സുകരായിരിക്കുമ്പോഴും അല്ലെങ്കിൽ വേലയിൽ നമ്മൾ ഏർപ്പെടുമ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത് ഉത്സാഹത്തോടെ അത് ചെയ്യുക, കഠിനാധ്വാനം ചെയ്യുക എന്നുള്ളതാണ്. റോമാലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം, റോമാലേഖനം 12:11 നമുക്കറിയാം. അവിടെ വായിക്കുന്നത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ എന്നാണ്. ഉത്സാഹത്തിൽ മടുപ്പ് വരാൻ പാടില്ല, ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ഇത് ത്യാഗമുള്ള കാര്യമാണ്. യൂദായുടെ ലേഖനം 22-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. എന്തോ ഒരു ത്യാഗമുള്ള കാര്യമായില്ലേ? തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക, തീയുടെ അടുക്കലേക്ക് പോകണം, അവരെ പിടിക്കണം, പിടിച്ചു വലിച്ചു രക്ഷിക്കണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് വളരെ അത്യധികമുള്ള കഷ്ടപ്പാടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുക, അത് വളരെ വേഗത്തിലും വളരെ ഉത്തരവാദിത്തോടും ചെയ്യേണ്ടുന്നൊരു കാര്യമാണ്. നമുക്കറിയാം, ഒരു വീടിന് അല്ലെങ്കിൽ ഒരു കടയ്ക്ക് തീ പിടിച്ചു എന്ന് വിചാരിക്കുക. പെട്ടെന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു, അവര് ഓടി വന്നു. അവർ വന്നിട്ട് എന്ത് ചെയ്യും? അവര് ആ സ്ഥലത്ത് വന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ അവരുടെ ജോലി ആരംഭിക്കാം എന്ന് വിചാരിക്കുമോ? ഇല്ല, അവർ വന്നവിടെ ലാൻഡ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ജോലി ആരംഭിച്ചു കഴിഞ്ഞു. വളരെ ധൃതിയോടെ ചെയ്യേണ്ടുന്ന കാര്യമാണ്. ദൈവദാസന്മാരെ, സഹോദരന്മാരെ, എൻ്റെ ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന അത്ര ഗൗരവമുള്ള, അത്ര അധ്വാനമുള്ള പ്രവൃത്തിയാണ് കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത്. ഇത് മീൻ പിടിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇത് വയലിൽ വിത്ത് വിതയ്ക്കുന്ന ഒരു ശുശ്രൂഷയാണ്. മാത്രമല്ല, മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. രാജപുത്രന്റെ വിവാഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് അതിന് വിരുന്നിന് വിളിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. പക്ഷപാത രോഗിയെ ചുമന്നുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്ന ഒരു ശുശ്രൂഷയാണ്. കാണാതെ പോയതിനെ തിരഞ്ഞ് അന്വേഷിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഒരു മനുഷ്യനെ വന്ന് കാൺമീൻ എന്ന് പറയുന്ന ഒരു ശുശ്രൂഷയാണ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇത് ത്യാഗമുള്ള കാര്യമാണ്. ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഈ ത്യാഗം അനുഭവിക്കാൻ മനസ്സില്ല. ഈ ത്യാഗം അനുഭവിച്ചിട്ട് എന്നാ കാര്യം? എന്താ അതുകൊണ്ടുള്ള പ്രയോജനം? ആ ത്യാഗം വേറെ എവിടെയെങ്കിലും അനുഭവിച്ചാൽ അതിന് പ്രയോജനമില്ലേ? വേണ്ട പ്രിയപ്പെട്ടവരെ, ഇത് ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. സഭാപ്രസംഗി 11:6 നമ്മൾ വായിക്കുന്നു. സഭാപ്രസംഗി 11:6 വായിക്കുന്നു, രാവിലെ നിന്റെ വിത്ത് വിതയ്ക്ക, വൈകുന്നേരം നിന്റെ കൈയിളച്ചിരിക്കരുത്, അതോ ഇതോ ഏത് കിളിർക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നാം രാവിലെയും വൈകുന്നേരവും വിത്ത് വിതയ്ക്കുവാൻ കടപ്പെട്ടവരാണ്. ഇത് വലിയ അധ്വാനമുള്ള ജോലിയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ ജോലി വേണ്ട എന്ന് വെക്കുവാൻ നമുക്കാർക്കും കഴിയരുത്. അതുകൊണ്ട് സുവിശേഷം അറിയിക്കാൻ പോകണ്ട എന്ന് വിചാരിക്കാൻ ആർക്കും കഴിയരുത്.
ജോലി മാത്രമല്ല, എതിർപ്പുകൾ, നിന്ദകൾ, പഴികൾ, പരിഹാസങ്ങൾ, ഇതെല്ലാം ഇതിൻ്റെ അകത്തുള്ളതാണ്. അതുള്ളത് കൊണ്ട് ഇത് വേണ്ട എന്ന് വെക്കുവാൻ ആർക്കും കഴിയരുത് എന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. സുവിശേഷത്തിന് ദർശനം കുറഞ്ഞു പോകുന്നതിൻ്റെ 4-ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ വരികയാണ്. തലപൊക്കി നോക്കുന്നില്ല എന്നുള്ളതാണ്. തലപൊക്കി നോക്കുന്നില്ല എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന് 35-ാം വാക്യം. തലപൊക്കി നോക്കുന്നില്ല എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന് 35-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, നിങ്ങൾ തലപൊക്കി നോക്കിയാൽ ഇപ്പോൾ തന്നെ നിലങ്ങൾ കൊയ്ത്തിന് വെളുത്ത് കിടക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ഇനി സമയം പറഞ്ഞാൽ 4 മാസം കൂടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് പാകമായി വെളുത്ത് കിടക്കുകയാണ്. പക്ഷെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? തലപൊക്കി നോക്കണം, തലപൊക്കി നോക്കണം, വെളുത്ത് കിടക്കുന്ന പാടങ്ങൾ കാണണം എന്നുള്ളതാണ്. ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വസ്തുത, ഇന്ന് തലപൊക്കി നോക്കുവാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം പച്ച മേച്ചിൽ പുറങ്ങളിലേക്കാണ്, അതെല്ലാം ഭൗതികമായ നന്മയിലേക്കാണ് ആളുകൾ തലപൊക്കി നോക്കുവാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളിലേക്ക്, സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുന്ന വയലേലകളിലേക്ക് തലപൊക്കി നോക്കുവാൻ ഇന്ന് അധികം ആളുകൾ തയ്യാറാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെ കാരണമെന്നറിയാമോ? തലപൊക്കി നോക്കുന്നതെല്ലാം വയലേലകളിലേക്കല്ല, മറ്റ് ഭൗതികമായ നേട്ടങ്ങളിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മൾ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാം നഷ്ടമായി പോകുന്നതാണ്. പക്ഷേ ദൈവപുത്രന് വേണ്ടി നമ്മൾ എന്തൊക്കെ അധ്വാനിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ, അതൊന്നും വെറുതെ ആയിത്തീരുകയില്ല. 1 കൊരിന്ത്യർ 15:58 നമുക്കറിയാം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവേൻ. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, എല്ലാ പ്രയത്നങ്ങളും വെറുതെയാകും, യാതൊരു സംശയവുമില്ല. എല്ലാ പ്രയത്നങ്ങളും നിഷ്ഫലമായി തീരും. പക്ഷെ കർത്താവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കേണ്ടെന്നല്ല പറയുന്നത്, ജോലി വേണ്ട എന്നല്ല, സ്ഥാപനം നടത്തണ്ട, ബിസിനസ് നടത്തണ്ട എന്നൊന്നുമല്ല പറയുന്നത്. ഇതെല്ലാം വേണം. പക്ഷെ നമ്മുടെ ഉത്തരവാദിത്വം അത് മാത്രമല്ല. നമ്മൾ അത് മാത്രം നോക്കിയാൽ പറ്റുകയില്ല. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിച്ചുകൊള്ളൂ, അത് നല്ല കാര്യമാണ്. ബിരുദാനന്ദ ബിരുദം എടുക്കുന്നവരത് എടുത്തുകൊള്ളൂ, വളരെ നല്ല കാര്യമാണ്. പക്ഷെ എല്ലാറ്റിനും ഉപരി നാം കർത്താവിൻ്റെ കാര്യത്തിന് സമയം കൊടുക്കണം, സുവിശേഷ വേലയിൽ സമയം കൊടുക്കണം. അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അത് നിറവേറ്റാതെ ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരെ, ഇവിടെ ഇരിക്കുന്ന കർഷകരെ, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെ, ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യ എല്ലാ പ്രിയപ്പെട്ടവരുമായവരോട് ഞാൻ ഇന്ന് രാത്രി പറയുന്നത്, നാം ഏത് കാര്യം ചെയ്താലും സുവിശേഷ വേലയ്ക്കുള്ള സമയം നാം കുറച്ച് കളയരുത്. നിശ്ചയമായും അതിനുവേണ്ടി നാം സമയം മാറ്റിവെക്കണം. അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമ്മുടെ നോട്ടം ഭൗതികതയിലേക്ക് മാത്രമായി പോകരുത്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഞാനൊരു നല്ല വാക്യം പറയാം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ, 2 തിമോത്തി ചാപ്റ്റർ 3:1, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക എന്ന് പറയുന്ന ഭാഗത്ത് ഒന്നാമതായി പറയുന്നത് എന്താ? ഒന്നാമത്തെ കാര്യം എന്താ പറയുന്നത്? മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും. പ്രിയപ്പെട്ടവരെ, മനുഷ്യരൊക്കെ സ്വസ്നേഹികളായി തീരും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്നേഹമുണ്ട്, പക്ഷെ ആ സ്നേഹം എന്നോട് തന്നെയാണ്. ഞാൻ അധ്വാനിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്, അതെനിക്ക് വേണ്ടി തന്നെയാണ്. ഞാൻ വിയർപ്പൊഴുക്കുന്നുണ്ട്, അതെനിക്ക് വേണ്ടി തന്നെയാണ്. അയ്യോ പ്രിയപ്പെട്ടവരെ, ഇതൊരു അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. സ്വസ്നേഹികളായി തീരുക. വേർപെട്ട ദൈവജനമേ, ഇന്ന് രാത്രി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, നാം ആരും ഈ സ്വസ്നേഹികളായി തീരാനായിട്ട് പാടുള്ളതല്ല. ആകട്ടെ, സ്വസ്നേഹികൾ എന്ന വാക്കിനോട് തൊട്ടടുത്ത് വരുന്ന എന്താ? ദ്രവ്യാഗ്രഹം എന്നുള്ളതാണ്. എന്തിനാ ഈ സ്വസ്നേഹികളായി തീരുന്നത്? വേറൊരു കാര്യത്തിനു വേണ്ടിയല്ല. ദ്രവ്യത്തോടുള്ള ആഗ്രഹമാണ്, പണത്തോടുള്ള പ്രിയമാണ്, അതിനു വേണ്ടിയുള്ള ആർത്തിയാണ്. പണം നമുക്ക് വേണ്ട എന്നൊന്നുമല്ല പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നാം ആരും സ്വസ്നേഹികളായി തീരരുത്. ജീവിതത്തിന്റെ 24 മണിക്കൂറും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എനിക്കറിയാം ഇവിടെ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ കർത്താവിൻ്റെ വേലയിൽ വളരെയധികം ഉത്സാഹമുള്ള പ്രിയപ്പെട്ടവരാണ്. എന്നാൽ ഇവിടെ വരാതിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്.
ഒരു പക്ഷേ ലൈവിലൂടെയൊക്കെ അവർ കേൾക്കുന്നുണ്ടാകാം, കേൾക്കുമായിരിക്കാം. പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ നാം ആരും സ്വസ്നേഹികളായി തീരാനായിട്ട് പാടുള്ളതല്ല. നാം തലപൊക്കി നോക്കുന്നില്ല എന്നുള്ളതാണ് സുവിശേഷ ദർശനം കുറഞ്ഞു പോകുന്നതിന്റെ കാരണം. ഇന്ന് ആളുകളൊക്കെ തലപൊക്കി നോക്കുന്നത് UK-യിലോട്ടും മറ്റ് രാജ്യങ്ങളിലോട്ടും ഒക്കെ തലപൊക്കി നോക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയട്ടെ, അതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ നോട്ടം വയലേലകളിലൂടെ ആകണം. അത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞ ഒരു ദൃഷ്ടാന്തം ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അവിടെ 3 വ്യക്തികളെയാണ് നമ്മൾ കാണുന്നത്. ലൂക്കോസ് 9-ന്റെ 57 മുതൽ 59 വരെയുള്ള വാക്യങ്ങളിൽ 3 വ്യക്തികളെ നമ്മൾ കാണുകയാണ്. 1 ഒരുത്തനാണ്, 2 വേറൊരുത്തൻ, 3 മറ്റൊരുത്തൻ. ഒരുത്തൻ, വേറൊരുത്തൻ, മറ്റൊരുത്തൻ. ഈ ഒരുത്തൻ കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നീ എവിടെ പോയാലും ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. കർത്താവ് എന്താ പറഞ്ഞത്? ആകാശത്തിലെ പറവകൾക്ക് കൂടും കുറുനരികൾക്ക് കുഴിയുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാനിടയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവൻ കർത്താവിനെ അനുഗമിക്കാമെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? ദൈവപുത്രന്റെ പിന്നാലെ നടന്നാൽ വിശന്നാൽ അപ്പം കിട്ടും, രോഗം വന്നാൽ സൗഖ്യം കിട്ടും, കാണാനാണെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഏറെ തന്നെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവൻ തീരുമാനിച്ചു, ഇവൻ എവിടെ പോയാലും ഞാൻ ഇവന്റെ പിന്നാലെ പോകാം. കർത്താവ് പറഞ്ഞു, വേണ്ട, നീ അനുഗമിക്കണ്ട, നിന്റെ ദർശനം വേറെയാണ്, നിന്റെ ദർശനം മാറിപ്പോയി, സുവിശേഷ ദർശനമല്ല നിനക്കുള്ളത്. ഇന്ന് രാത്രി സുവിശേഷ ദർശനമുള്ള ജീവിതങ്ങൾ ഉണരുവാൻ വേണ്ടി ദൈവം സഹായിക്കട്ടെ. മറ്റ് ദർശനങ്ങളെ ഇന്നു രാത്രി നമുക്കിവിടെ അടക്കിയിടാം. പ്രിയപ്പെട്ടവരെ, ഇവിടെ തന്നെ നമുക്ക് വിട്ടുകളഞ്ഞിട്ട് ഈ ക്യാമ്പസ് വിട്ടു പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സുവിശേഷ ദർശനമാണ് ആവശ്യം, വേറെ ദർശനങ്ങളല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. വേറൊരുത്തൻ അവൻ കർത്താവിനോട് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷേ പറയുന്നത്, എൻ്റെ അപ്പനെ ഒന്ന് കുഴിച്ചിടുവാൻ നീ അനുവാദം തരണം. കർത്താവിനോട് പറയുന്നു, എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. അവൻ പറയുന്നു, എൻ്റെ അപ്പനെ ഒന്ന് കുഴിച്ചിടുവാൻ എനിക്ക് അനുവാദം തരണം. അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ഈ കാര്യം കേട്ടാൽ വിചാരിക്കും അവൻ്റെ അപ്പൻ അവിടെ മരിച്ചു കിടക്കുക. നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ ആളുകളൊക്കെ സമയമാം രഥത്തിലൊക്കെ പാടി അങ്ങനെ അവിടെ ഇരിക്കുകയാണ് എന്ന് നമ്മൾ തോന്നും. പക്ഷെ അതൊന്നുമല്ല. അപ്പനെ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ ഒരു ഭാഷാ രീതിയാണ്. എന്ന് പറഞ്ഞാൽ അപ്പൻ ഇപ്പം നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുകയാണ്, എന്നാൽ അപ്പൻ മരിക്കും. അപ്പൻ മരിച്ചു കഴിഞ്ഞ് ഈ മകനുള്ള സ്വത്ത് അഥവാ ഷെയർ കിട്ടും. അത് കിട്ടിയിട്ട് ഞാൻ നിന്റെ പിന്നാലെ വരാം. എന്താ പറഞ്ഞെന്നറിയാമോ? അങ്ങനെ മറ്റവനോട് പറയുന്നവൻ കേട്ടോണ്ടിരിക്കുക. എന്താ? ആകാശത്തിലെ പറവകൾക്ക് കൂടുണ്ട്, കുറുനരികൾക്ക് കുഴിയുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാനിടയില്ല. അയ്യോ, തലചായ്ക്കാൻ പോലും ഇടയില്ലാത്ത ഈ നസ്രയത്തുകാരന്റെ പിന്നാലെ പോയാൽ എൻ്റെ ഗതി എന്താകും? അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ അപ്പൻ മരിച്ചിട്ട് എനിക്ക് കിട്ടുന്ന ഷെയറൊക്കെ വാങ്ങി പിന്നെ ഞാൻ ഈ നസ്രയത്തുകാരന്റെ പിന്നാലെ പോകാം. അവനും കർത്താവിനെ അനുഗമിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഞാൻ കുറെ വർഷം ജോലി ചെയ്യാം, കുറെ വർഷം ശമ്പളം ഉണ്ടാക്കാം, ഒരുപാട് വസ്തുവകൾ ഞാൻ നേടിയിടാം, എന്നിട്ട് ഞാൻ കർത്താവിന് വേണ്ടി അധ്വാനിക്കാം. അങ്ങനെ ചിന്തയുള്ള ഒരുപാട് പേര് ഉണ്ട്. എനിക്കും ചിലരെ വ്യക്തിപരമായിട്ട് അറിയാം. പക്ഷെ ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ആരും ഈ വയലേലകൾ കണ്ടതായി നമുക്കറിയുകയില്ല. എന്താ കാര്യം എന്നറിയാമോ? ഈ ഡോളറും ഈ ദിനാറും ഈ യൂറോയും ഒക്കെ ഈ കറൻസിയും ഒക്കെ കണ്ട് അതിന്റെ നിറവും അതിന്റെ കിലുകിലൊക്കെ ഒക്കെ കണ്ട് അവർക്ക് മടങ്ങി വരാൻ പറ്റത്തില്ല. അത് പിന്നെയും അവരുടെ ഹൃദയത്തിൽ ആകർഷണമായി തോന്നുകയാണ്. അതിന്റെ പിന്നാലെ പിന്നെ അവർ ജീവിതം ചെലവഴിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പനെ കുഴിച്ചിട്ടിട്ട് ആരെങ്കിലും വരാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല, അത് സാധ്യമല്ല. ഈ ലോകം നമ്മെ അതിന് സമ്മതിക്കയില്ല, അപ്പൻ നമ്മളെ സമ്മതിക്കയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി കത്തി ജ്വലിക്കുവാൻ ആഗ്രഹമുള്ള ജീവിതങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ടിറങ്ങുക എന്നുള്ളതാണ് അത്യാവശ്യമായ കാര്യം എന്ന് പറയുന്നത്. മൂന്നാമത് മറ്റൊരുത്തനെ കുറിച്ച് ആ ഭാഗത്ത് പറയുന്നുണ്ട്. കർത്താവ് അവനോട് പറയുകയാണ്, നീ എന്നെ അനുഗമിക്കാന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എന്താ? അവൻ പറഞ്ഞ, വീട്ടിലുള്ളവരോട് അനുവാദം ചോദിച്ചിട്ട് വരാം. എനിക്ക് നിന്നെ അനുഗമിക്കുന്നതിന് തടസ്സമൊന്നുമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു തടസ്സമുണ്ട്, എൻ്റെ വീട്ടിലുള്ളവരോട് അനുവാദം ചോദിക്കണം.
എന്താ കാര്യമെന്നറിയാമോ പ്രിയപ്പെട്ടവരെ? വീട്ടിലുള്ളവർ കൂടി സമ്മതിക്കണം. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത് നടക്കുന്ന കാര്യമല്ല. അവനും കർത്താവിനെ അനുഗമിച്ചതായി നമ്മൾ കാണുന്നില്ല. വീട്ടിലുള്ളവര് ഏത് കാര്യത്തിന് സമ്മതിക്കും, പക്ഷെ സമ്മതിക്കാത്തത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് ഈ കാര്യമാണ്. എല്ലാവരോടും അനുവാദം ചോദിച്ചിട്ട് കർത്താവിന്റെ വയലേലകളിലേക്ക് ഇറങ്ങാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ദൈവാത്മാവ് നിന്റെ ഹൃദയത്തെ തൊടുന്നുവെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കുന്നുവെങ്കിൽ ഇന്നു രാത്രി തീരുമാനമെടുക്കുക. ദൈവപുത്ര, ഞാൻ അങ്ങേക്ക് വേണ്ടി ഇറങ്ങുന്നു. എന്റെ ചോരയുടെ ചൂട്, എന്റെ ആയുസ്, എന്റെ ആരോഗ്യം ദൈവപുത്ര ഞാൻ നിനക്ക് വേണ്ടി തരുന്നുവെന്ന് തന്റെ ഇടമായി പറയുവാൻ എത്ര പേരുണ്ട് ഇവിടെ? കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. തലപൊക്കി നോക്കുന്നില്ല എന്നുള്ളതാണ് അടുത്ത ഈ കാരണമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, എന്താ വിളക്ക് കത്തിച്ചിട്ട് എവിടെ വെക്കരുത്? ലൂക്കോസ് 8:16 വിളക്ക് കത്തിച്ചിട്ട് രണ്ടിടത്ത് വെക്കരുതെന്ന് പറയുന്നുണ്ട്. ഒന്ന് പാത്രത്തിന്റെ കീഴിലും മറ്റൊന്ന് കട്ടിലിന്റെ കീഴിലും. പാത്രം എന്തിനാ കാണിക്കുന്നത്? നമ്മളൊക്കെ ഈ ക്ലാസ് കഴിഞ്ഞ് ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞ് 8:30 പാത്രത്തിന്റെ അടുക്കിലേക്ക് പോകും. പാത്രം ആഹാരത്തെയാണ് കാണിക്കുന്നത്. കട്ടിലോ അത് കഴിഞ്ഞ് കട്ടിലേക്ക് പോകും, അത് വിശ്രമത്തെയാണ് കാണിക്കുന്നത്. ഒരുപാട് പേര് വിളക്ക് കത്തിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, പലർക്കും സുവിശേഷ ദർശനം കിട്ടിയിട്ടുണ്ട്, പലർക്കും സുവിശേഷ വെളിച്ചം കിട്ടിയിട്ടുണ്ട്. പക്ഷേ പാത്രം കൊണ്ടും കട്ടിൽ കൊണ്ടും അത് മൂടി വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും കഴിക്കണ്ടേ? ആഹാരം കൂടി പിള്ളേരെ വളർത്തണ്ടേ? മാത്രമല്ല വിശ്രമം, മടി. അയ്യോ, ഇറങ്ങിയാൽ എന്താകും അടുത്ത സ്റ്റെപ്പ്? പ്രിയപ്പെട്ടവരെ, ദർശനം ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അവധി വെച്ച് മാറുവാൻ ആവശ്യമില്ല എന്ന് ഇന്നു രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്. ഇന്ന് രാത്രി ആ പാത്രം നമുക്ക് വലിച്ചെറിയാം, ആ കട്ടിൽ നമുക്ക് മറിച്ചിടാം. ദൈവപുത്രന് വേണ്ടി ഇറങ്ങുവാൻ ആര് തയ്യാറാണ് പ്രിയപ്പെട്ടവരെ? മാത്രമല്ല ലൂക്കോസ് 11:33 നമ്മൾ വായിക്കുന്നു. ലൂക്കോസ് 11:33 വായിക്കുന്നു, വിളക്ക് കത്തിച്ചിട്ട് എവിടെ വെക്കരുത്? നിലവറയിലും വെക്കരുത്, പറയുടെ കീഴിലും വെക്കരുത്. നിലവറ എന്ന് പറയുന്നത് അത് രഹസ്യസ്ഥാനമാണ്. മാത്രമല്ല അത് സൂചിപ്പിക്കുന്ന മറ്റൊരാശയം, നിലവറ എന്നുള്ളതിന് ഒരർത്ഥം ട്രഷറി എന്നാണ്, നിക്ഷേപം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് പേർക്ക് പലർക്കും വെളിച്ചം കിട്ടിയിട്ടുണ്ട്, പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കണ്ടേ? ട്രഷറി, അതിന്റെ കീഴിൽ ഈ വിളക്ക് വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിളക്ക് ട്രഷറി കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്, നിലവറ കൊണ്ട് മൂടി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മൾ ഉണ്ടാക്കണം, അത് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവപുത്രന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി ദൈവം നമ്മളെ എത്രമാത്രം വിളിച്ചിട്ടുണ്ടോ അത് അവഗണിച്ച് ഒരു ട്രഷറിയും നമുക്ക് വേണ്ട എന്ന് ഇന്നു രാത്രി തീരുമാനമെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. മാത്രമല്ല മറ്റൊന്ന് പറയുന്ന പറയാണ്. പറ എന്ന് പറയുന്നത് നമുക്കറിയാം ബിസിനസ്സിനെ കാണിക്കുന്ന ഒന്നാണ്. ഇന്ന് ഒരുപാട് പേർക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് താല്പര്യമുണ്ട്, പക്ഷെ ബിസിനസ് കാരണം പറ്റുന്നില്ല. അത് ബിസിനസ് മാത്രമല്ല, ജോലിയാകാം, അങ്ങനെയുള്ള ഏത് കാര്യങ്ങളുമാകാം, ഭൗതികമായ ബന്ധപ്പാടുകളാകാം, അത് കാരണം പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഈ വിളക്ക് മൂടി വെക്കരുത്. ബിസിനസിന്റെ കീഴിൽ, ഔദ്യോഗിക കാര്യങ്ങളുടെ കീഴിൽ ഈ ബിസിനസ് മൂടി വെക്കരുത്. ദൈവപുത്രന് വേണ്ടി നാം പ്രയോജനപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഇന്ന് രാത്രി നമുക്ക് തലപൊക്കി നോക്കാം പ്രിയപ്പെട്ടവരെ. വിളഞ്ഞു കിടക്കുന്ന വയലേലകളിലേക്ക് നമുക്കൊരു നോട്ടം നടത്താം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ഈ കാര്യം പറയുമ്പോൾ എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ഈ സുവിശേഷ ദർശനം എനിക്ക് കിട്ടിയതാണ്, ഈ വെളിച്ചം എനിക്ക് കിട്ടിയതാണ്. എന്നാൽ ആവോളം ഓടുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരർത്ഥത്തിൽ അത് ശരി തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഈ ആയുസ് ദൈവപുത്രന് വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇന്നു രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, യുവാക്കളെ, ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷത്തിന് വെളിച്ചം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കീഴിൽ മൂടി വെക്കുവാൻ ഇടയാകരുത് എന്ന് നാം പ്രത്യേകം ഓർക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സുവിശേഷത്തിന്റെ ദർശനം ഈ നാളുകളിൽ കുറഞ്ഞു പോകുന്നതിന് നാലാമത്തെ കാരണമായി ഞാൻ പറഞ്ഞത്, തലപൊക്കി നോക്കുന്നില്ല, നോട്ടമെല്ലാം വേറെയാ. അയ്യോ, നശിച്ചു പോകുന്നതിന് വേണ്ടി, ഈ മണ്ണിന് വേണ്ടി, ഈ മരുഭൂമിക്ക് വേണ്ടി നോക്കി നഷ്ടപ്പെടുത്തി കളയരുത്. ചെറിയാൻ സാറ് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഒരു മനുഷ്യൻ ഒരിക്കൽ റോഡിലൂടെ നടന്നു പോയപ്പോൾ അദ്ദേഹത്തിനൊരു 5 രൂപ കളഞ്ഞു കിട്ടി. പണ്ടത്തെ കാലത്ത് 5 രൂപ കളഞ്ഞു കിട്ടി. വലിയ സന്തോഷമായി പോയി. അയ്യോ, 5 രൂപ കളഞ്ഞു കിട്ടിയല്ലോ. അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹം എപ്പോൾ റോഡിൽ കൂടെ നടന്നാലും
എന്തെങ്കിലും കിട്ടും ആരുടെയും പൈസ വല്ലതും കളഞ്ഞു പോയിട്ടുണ്ടാകുമെന്ന് വിചാരിച്ചിങ്ങനെ നടന്നു. ഒടുവിൽ കിട്ടിയത് 1-2 കർച്ചീഫുകൾ കിട്ടി, 1-2 നട്ടും ബോൾട്ടും ഒക്കെ കിട്ടി എന്നാണ് ചെറിയാൻ സാറ് പറഞ്ഞത്. സംഭവിച്ച ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ഒടുവിൽ അദ്ദേഹം കൂനനായി പോയി എന്നാണ്. ഇന്നു രാത്രി മണ്ണിലേക്ക് മാത്രം നോക്കി, ഈ നന്മകളിലേക്ക് മാത്രം നോക്കി ആത്മീക കൂന് ബാധിക്കുവാൻ നമ്മളിൽ ആർക്കും ഇടയാകരുത്. ഈ YMEF ക്യാമ്പ് നമ്മളിൽ ചിലരെ ഉണർത്തുവാനിടയായി തീരട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. 5-ാമത്തെ ആശയത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരുന്നു. 5-ാമത്തെ ആശയം ദൈവകൽപ്പനയോടുള്ള അവഗണന എന്നുള്ളതാണ്. എന്തുകൊണ്ട് സുവിശേഷ ദർശനം എനിക്ക് കിട്ടുന്നില്ല? എന്തുകൊണ്ട് സുവിശേഷ ദർശനം നഷ്ടപ്പെട്ടു പോകുന്നു? പ്രിയപ്പെട്ടവരെ, ദൈവകൽപ്പനയോടുള്ള അവഗണനയാണ്. ബഹുമാന്യ കർത്തൃദാസൻ KV തോമസ് അവറുകൾ ഇവിടെ പകൽ ഓർപ്പിക്കുകയുണ്ടായി, നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് പിന്നെ ആരെയും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് കാണുന്നില്ല എന്ന്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അധികാരമുള്ളവരുവൻ അരുളി ചെയ്തിട്ടുണ്ട്. മത്തായി 28:18 മുതൽ 20 വരെ നമ്മളത് കണ്ടതാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ളവൻ. ഇന്നു രാത്രി എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്ര അധികാരമുള്ളവൻ നമ്മോട് കൽപ്പിക്കുമ്പോൾ എന്താണ് നമുക്ക് ഭയമുള്ളത്? ഭയപ്പെടേണ്ട പ്രിയപ്പെട്ടവരെ. നമുക്ക് എന്താണ് നഷ്ടപ്പെടാനുള്ളത്? നമുക്ക് അല്ല, നസ്രയത്തുകാരന് വേണ്ടി എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ അയ്യോ അതിനാരാ പരിഭവിക്കുന്നത്? അതിനെന്താ സങ്കടമുള്ളത്? ആർക്കു വേണ്ടിയാണോ നഷ്ടപ്പെടുത്തുന്നത്? അത് നാം മനസ്സിലാക്കണം. അധികാരമുള്ളവൻ നമ്മോട് കൂടെയുണ്ട്. ആ വേദഭാഗത്തിന് ഒടുവിൽ എന്താ വായിക്കുന്നത്? ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോ എപ്പോഴാ? 1 പുറപ്പെടുക, 2 പഠിപ്പിക്കുക, ഉപദേശിക്കുക, 3 ശിഷ്യരാക്കുക. ഗോ ടീച്ച് ആൻഡ് മേക്ക്. ഈ കാര്യം നീ ചെയ്യുമ്പോൾ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നാം ഭയപ്പെടേണ്ട ആവശ്യമില്ലേ? ഇല്ല തന്നെ. ധൈര്യമായി മുന്നോട്ടിറങ്ങുവാൻ ചില ജീവിതങ്ങൾ ഇന്ന് രാത്രി തയ്യാറാകട്ടെ. സുവിശേഷ ദർശനം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവാത്മാവ് തരട്ടെ. ഞാൻ ഇന്ന് രാത്രി ഇവിടെ പറയുന്ന 5-ാമതായി പറയുന്നത് ദൈവകൽപ്പനയോടുള്ള അവഗണനയാണ്. പോകുക എന്ന് പറഞ്ഞ ദൈവകൽപ്പന, ആ കൽപ്പനയോടുള്ള അവഗണനയാണ്. എന്ന് പറഞ്ഞാൽ ആ ദൈവ കൽപ്പനയോട് എന്തുകൊണ്ടാണ് ഈ അവഗണന കാണിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ ഒരു ആലോചന എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഇതുമായി ബന്ധപ്പെടുത്തി തന്നു. എബ്രായ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ, എബ്രായ ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? ഇസ്രായേൽ മക്കളോട് പറയുന്നത്, കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. വചനമൊക്കെ കേട്ടു, പക്ഷെ എന്ത് വന്നില്ല? ഒരു ഉപകാരം ഉണ്ടായില്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, എന്തോ ഒരു കഷ്ടപ്പെട്ടാണ് നിങ്ങളിവിടെ വന്നത് ഇല്ലേ? നമ്മളെല്ലാവരും നമ്മുടെ ബദ്ധപ്പാടുകൾ ചെലവഴിച്ച്, ഒരുപാട് പണം ചെലവഴിച്ച്, ഈ ദിവസങ്ങൾ ചെലവഴിച്ച്, ഈ ഓണത്തിൻ്റെ അവധിക്ക് പല കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള കണക്കൂട്ടലെല്ലാം മാറ്റിവെച്ച് ഈ ക്യാമ്പിൽ വന്ന ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി എനിക്ക് വളരെ വിനയത്തോടൊരു കാര്യം പറയാനായിട്ടുണ്ട്. കേട്ട വചനം നമുക്കാർക്കും ഉപകാരമായി വരാതിരിക്കരുത്. ഇവിടുത്തെ മുഴുവൻ വചനവും നമുക്ക് അനുഗ്രഹമായി തീരണം. പെയ്ത മഴ മുഴുവനും നമ്മൾ കുടിച്ചിട്ടേ പോകാവൂ. അത് മുഴുവനും നമുക്ക് അനുഗ്രഹമായി തീരണം. നാം അതിന് തയ്യാറെടുക്കണം. കേട്ട വചനത്തോട് നമ്മൾ അനുകൂലമായി പ്രതികരിക്കണം. വചനത്തോടുള്ള എതിർപ്പ്, മറുതലിപ്പ് പാടില്ല പ്രിയപ്പെട്ടവരെ. ആകട്ടെ, എന്താണ് ഈ വചനത്തോട് അവഗണന കാണിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നത്. ഇതിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് പറഞ്ഞൊരാശയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന് 18-ഉം 19-ഉം വാക്യങ്ങളിൽ മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 18-ഉം 19-ഉം വാക്യങ്ങൾ. മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ വചനം കേട്ടിട്ട് ഇഹലോകത്തിലെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റ് വിഷയമോഹങ്ങളും അകത്ത് കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി. നോക്കണം, വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി. പ്രിയപ്പെട്ടവരെ, വളരെ പ്രതീക്ഷയോടെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത്, നാം കേൾക്കുന്ന വചനത്തെ ഞെരുക്കി ആ വചനം നിഷ്ഫലമാക്കി തീർക്കുന്ന ചില ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വചനം അനുസരിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹം നമുക്കുണ്ടാകാം, തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകാം.
പക്ഷെ ആ വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കുന്ന ചില ഘടകങ്ങൾ നമ്മളുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാ ഘടകങ്ങൾ? മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ കുറിച്ചാണ് നമ്മുടെ കർത്താവ് ഇവിടെ പറയുന്നത്. ഞാനിതിന്റെ ആശയത്തിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പറയുന്നത് വചനം വിതച്ചു, പക്ഷെ മുള്ളിനിടയിലാണ് വിതച്ചത്. ആകട്ടെ മുള്ളെന്താ? 1 ഇഹലോകത്തിന്റെ ചിന്തകൾ, 2 ധനത്തിന്റെ വഞ്ചന, 3 മറ്റു വിഷയമോഹങ്ങൾ. ഇഹലോകത്തിന്റെ ചിന്തകൾ. YMF ക്യാമ്പിൽ വന്നു, വചനം നന്നായിട്ട് കേട്ടു. പക്ഷെ ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് പറയുകയാണ്, ഇഹലോകത്തിന് ചിന്തകൾ, അതിനോട് താല്പര്യം കുറയ്ക്കാൻ കഴിയാത്ത ഒരൊറ്റ വിശ്വാസിക്കും ദൈവത്തിന്റെ വചനം ഉപകാരമായി തീരുകയില്ല. ബഹുമാന്യ പ്രിയപ്പെട്ടവരെ, ഈ ക്യാമ്പിലുള്ള ഒരു വചനം പോലും മുള്ളിനിടയിൽ വിതയ്ക്കുവാനിടയാകരുത്. നല്ല നിലത്ത് വിതയ്ക്കണം. ഈ മുള്ളുകളുടെയിൽ ആരും വിതയ്ക്കരുത്. ഇഹലോകത്തിന് ചിന്തകൾ മാറ്റാൻ നമ്മൾ തയ്യാറാകണം. വെറുതെ വചനം കേട്ട് നോട്ട്ബുക്ക് തന്നിട്ടുണ്ട്, എല്ലാം നിറച്ച് നോട്ട്സ് എഴുതി പോയിട്ട് കാര്യമില്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കണം. അതിന് മുള്ളുകൾ നീക്കണം. ഇഹലോകത്തിന്റെ ചിന്തകൾ. രണ്ടാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് ധനത്തിന്റെ വഞ്ചനയാണ്. അത് വഞ്ചനയാണോ? നമുക്കറിയാം, ധനം സ്വരൂപിക്കുവാൻ ഒരു ലൈൻ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ആ ലൈന് അപ്പുറത്ത് പോയാൽ അത് വഞ്ചനയാണ്. പ്രിയപ്പെട്ടവരെ, ധനത്തിന്റെ വഞ്ചന, ധനത്തിനായുള്ള ആഗ്രഹം, അത് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ വചനം ഉപകാരമായി തീരുകയില്ല. മൂന്നാമത്തെ കാര്യം മറ്റു വിഷയമോഹങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പാപമോഹങ്ങൾ. അതിനോട് വിട പറയാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമേ വചനം ഉപകാരമായി തീരുകയുള്ളൂ. കർത്താവേ, അടിയനോട് സംസാരിക്കണമേ, ഞാൻ തീരുമാനമെടുക്കുവാൻ മനസ്സുള്ളവനാണ്, ഞാൻ തിരുത്താൻ തയ്യാറുള്ളവനാണ്. അവരെയാണ് കർത്താവിന് ആവശ്യം. പ്രിയപ്പെട്ടവരെ, മറ്റു വിഷയമോഹങ്ങൾ, അതൊക്കെ ഹൃദയത്തിൽ നിന്ന് ദൂരീകരിച്ചിട്ട് വേണം നാം ദൈവത്തിന്റെ വചനം പഠിക്കുവാനെന്ന് പ്രത്യേകം നമ്മളെ ഓർപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെ വീട്ടില് മണ്ണെണ്ണ വാങ്ങിക്കുന്ന ഒരു പാത്രം, പാല് വാങ്ങിക്കാനായിട്ട് പോകുകയാണ്. പാല് വാങ്ങുന്ന പാത്രം പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ടില്ല. മണ്ണെണ്ണ വാങ്ങിക്കുന്ന പാത്രം ഇവിടെ കാലിയായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരും പാല് വാങ്ങിക്കാൻ പോകുമോ ആ പാത്രം കൊണ്ട്? ഇല്ല. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ആരെങ്കിലും മണ്ണെണ്ണ പാത്രവുമായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലീൻ ആക്കിയിട്ടേ പാല് വാങ്ങാവൂ. ഈ വചനമെന്ന പാല് ഈ ഹൃദയത്തിലേക്ക് കടത്താവൂ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സഹായിക്കട്ടെ. മറ്റു വിഷയമോഹങ്ങൾ, ഏതെങ്കിലും പാപമോഹങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനോട് കർത്താവേ, ഞാൻ വിട പറഞ്ഞുകൊള്ളാം, ഞാനത് മാറ്റിക്കൊള്ളാം കർത്താവേ. അങ്ങനെ പറയുന്നവർക്കാണ് വചനം ഉപകാരമായി തീരുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ മുള്ളുകളെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റണം. ഈ മുള്ളുകൾ എത്ര ഇരുന്നാലും കർത്താവിൻ്റെ കൽപ്പനയോട് നമുക്ക് അവഗണന മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. യിരെമ്യാ പ്രവാചകൻ പറയുന്നത് നമുക്ക് നോക്കാം. 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. യിരെമ്യാ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. ഇസ്രായേൽ ജനത എത്ര വചനം കേട്ടിട്ട് ഒരു ഗുണവുമില്ല. വചനത്തിന് മുമ്പിൽ കരയുന്നില്ല, തകരുന്നില്ല, താഴുന്നില്ല, വീഴുന്നില്ല, ഉറക്കെ നിലവിളിക്കുന്നില്ല. പ്രവാചകനാകെ സങ്കടമായി. ദൈവം പറഞ്ഞ ദൂത്, ദൈവം ഈ യിരെമ്യാ പ്രവാചകൻ ജനത്തോട് അറിയിക്കുന്ന ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് വചനം ക്രിയ ചെയ്യാത്തത്? യിരെമ്യാ പ്രവചനം 4-ാം അധ്യായം 3-ാം വാക്യം. യഹൂദാ പുരുഷന്മാരോടും യെരൂശലേമ്യരോടും യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ തരിശു നിലം. കേട്ടോ, മതി. നിങ്ങൾ മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ നിങ്ങളുടെ തരിശു നില ഉഴുവീൻ. അപ്പോഴാണ് വചനം ഉപകാരമായി വരുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ക്യാമ്പ് കൊണ്ട് നമ്മുടെ സമൂഹം ഉണർത്തപ്പെടണം. പ്രിയപ്പെട്ടവരെ, പുതിയ സ്ഥലം സഭകൾ ഉണ്ടാകണം. പുതിയ ആത്മാക്കൾ നമ്മുടെ കുടിവരവുകളിലേക്ക് വരണം. വർദ്ധിതമായ ആത്മീക ചൈതന്യം ബർദനം സമൂഹത്തിൽ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ തയ്യാറായേ മതിയാകുള്ളൂ. അയ്യോ, ഇത്രയും ആളുകളുടെ ഞങ്ങൾ മാത്രം തയ്യാറായാൽ മതിയോ? മതി. നമ്മിൽ ചിലർ തയ്യാറായാൽ നമ്മളെയും കൊണ്ട് ദൈവം വൻ കാര്യങ്ങൾ പ്രവർത്തിക്കും. മുള്ളുകളുടെ ഇടയിൽ വിതയ്ക്കാതെ നിങ്ങളുടെ തരിശു നിലവിഴുക. ഹോശേയ പ്രവചനം 10-ാം അധ്യായം 12-ാം വാക്യത്തിലും പറയുന്നത് നിങ്ങളുടെ തരിശു നിലവിഴുവീൻ എന്നാണ്. തരിശു നിലവിഴുവീൻ. ഇന്ന് രാത്രി ഒരു നിമിഷം നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കാം, എൻ്റെ ഹൃദയം എങ്ങനെയുള്ള ഹൃദയമാണ്? എൻ്റെ ഹൃദയത്തിൽ മുള്ളുകളുണ്ടോ? ആ മുള്ളുകൾ ഞാൻ കളഞ്ഞിട്ടാണോ വരുന്നത്? കർത്താവേ, ഞാൻ ആ മുള്ളുകളെ ഈ ക്യാമ്പിൽ വെച്ച് കളഞ്ഞുകൊള്ളാമെന്ന് എത്ര പേര് കർത്താവിനോട് പറഞ്ഞിട്ടുണ്ട്? ഒരാളെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എത്ര പേര് പറഞ്ഞിട്ടുണ്ട്? പറഞ്ഞവരുണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കർത്താവേ,
എന്നെ അവിടെ നിന്ന് പണിയണമേ കർത്താവേ. ഞാൻ ഈ പണം ചെലവാക്കി, ഈ ദിവസങ്ങൾ ചെലവാക്കി, ഒരുപാട് കാര്യങ്ങൾ മാറ്റിവെച്ച ഈ ക്യാമ്പിൽ വന്നിട്ട് വചനം എനിക്ക് ഉപകാരമായി തീരരുതേ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹൃദയത്തിലെ മുള്ളുകളെ ഞാൻ കളയാൻ തയ്യാറാണ്. ഇഹലോകത്തിന്റെ ചിന്തകൾ, ധനത്തിന്റെ വഞ്ചന, മറ്റു വിഷയമോഹങ്ങൾ കളയണം. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരും സഹോദരിമാരും തീരുമാനമെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ദൈവവചനത്തോടുള്ള അവഗണനയാണ്. അതുകൊണ്ടാണ് സുവിശേഷ ദർശനം ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കുകയായിരുന്നു. കർത്താവേ, അവിടുന്ന് പുറപ്പെടാൻ പറഞ്ഞു, പഠിപ്പിക്കാൻ പറഞ്ഞു, ശിഷ്യരാക്കാൻ പറഞ്ഞു. ഞാൻ ഇന്ന് രാത്രി ആ കൽപ്പന അനുസരിക്കുന്നു. എൻ്റെ ചുറ്റുപാടും എനിക്ക് നോക്കിയാൽ പേടിയുണ്ട്, ഭീതിയുണ്ട്, ഒരുപാട് വൈഷമ്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ എനിക്ക് വാക്ക് തന്നവൻ സർവാധികാരിയാണ്. ഓ സ്തോത്രം! സർവാധികാരമുള്ളവനാണ് എനിക്ക് കൽപ്പന തന്നത്. അവൻ എന്നോടുകൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കൽപ്പന അനുസരിക്കുന്ന കർത്താവേ എന്നിന്ന് രാത്രി പറയുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 6ാമത്തെ ഒരാശയം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. കാലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമുള്ള അറിവില്ലായ്മ എന്നുള്ളതാണ് സുവിശേഷ ദർശനം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ 6ാമത്തെ കാരണമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് കാലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചുമുള്ള അറിവില്ലായ്മ എന്നുള്ളതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2-ാം വാക്യം. അതിനു മുമ്പ് നമുക്ക് 1 യോഹന്നാൻ 2-ാം അധ്യായം 18-ാം വാക്യം നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. 1 ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 18 അവിടെ വായിക്കുന്നത്, കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. കുഞ്ഞുങ്ങളെ ഇത് അന്ത്യനാഴികയാകുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു നാഴികയുടെ അന്ത്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഒരു യുഗത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഥന്റെ മടങ്ങിവരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്. കൃപയുടെ വാതിൽ അടയുവാൻ പോകുന്നു. ഈ കൃപായുഗത്തിന്റെ അന്ത്യത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായം 37-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവനും ഇനി താമസമേ ഇല്ല എന്നുള്ള ആശയത്തിലാണ് ആ കാര്യം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. ഈ യുഗത്തിന് പര്യവസാനം വരുവാനായിട്ട് പോകുകയാണ്. നാം ഈ കാലത്തെക്കുറിച്ച് അറിയേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നമുക്കറിയാം, ഈ ഭൂമി തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തൊക്കെ ഒരു കപ്പയുടെ കമ്പ് നമ്മൾ നാട്ടിവെച്ചാൽ അത് പറിച്ചെടുക്കുമ്പോൾ ഒരു 10 കിലോ 15 കിലോ 20 കിലോ കപ്പയൊക്കെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇന്ന് പന്നിശല്യമുണ്ട് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇന്ന് എന്ത് ചെയ്യണം? കപ്പയുണ്ടാകണമെങ്കിൽ രാസവളമിടണം. രാസവളമിടുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ ഭൂമി ഈ പറയുന്നത്, എനിക്കിന് നിനക്ക് യാതൊരു ഫലവും തരാനുള്ള കഴിവില്ല, എൻ്റെ കഴിവ് മുഴുവനും അവസാനിച്ചിരിക്കുകയാണ്. പിന്നെ രാസവളം കൊടുത്ത് നമ്മൾ ഭൂമിയെ ഉത്തേജിപ്പിച്ച് ഫലം പുറപ്പെടുവിക്കുകയാണ്. എന്താ കാര്യമെന്നറിയാമോ? ഈ ഭൂമി തന്നെ പറയുകയാണ്, എൻ്റെ നാളുകൾ അവസാനിച്ചിരിക്കുകയാണ്. കാലാവസ്ഥയുടെ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ, ഇത് മുഴുവനും വിളിച്ചറിയിക്കുന്നത് ഒരു യുഗത്തിന്റെ അവസാനത്തിലേക്ക് വന്നു. നമുക്കറിയാം, നമ്മൾ ഒരു പേപ്പർ എഴുതി കഴിഞ്ഞ് അത് ആവശ്യം കഴിയുമ്പോൾ ചുരുട്ടിക്കൂട്ടി വേസ്റ്റ് കൊട്ടയിലേക്ക് വലിച്ചെറിയാറുണ്ട്. ഈ ഭൂമിയുടെ ആവശ്യം കഴിയാറായി. പ്രിയപ്പെട്ടവരെ, ഇത് തീയിലേക്ക് എറിയപ്പെടാനായിട്ട് പോകുകയാണ്. ഇതൊരു അന്ത്യനാഴികയാണ് എന്നുള്ളതിന് വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. ഇത് ദൈവമക്കൾ മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കുന്ന വിശ്വാസികൾ വളരെയധികമില്ല എന്നുള്ളത് ശരി തന്നെയാണ്. ഇതൊരു അന്ത്യനാഴികയാണ്. നമുക്കറിയാം, പിശാചിനെ കുറിച്ച് വായിക്കുന്നത് ഇനി അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞിട്ടല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് കർത്താവ് വന്നാൽ പിശാചിന് ഇനി എത്ര നാളുകൂടുണ്ട്? 7 വർഷം കൂടെ സുഖമായിട്ട് അവൻ്റെ സർവാധിപത്യത്തിലുള്ള 7 വർഷമുണ്ട്. പക്ഷെ ഇന്ന് കർത്താവ് വന്നാൽ നമുക്ക് എത്ര നാളുണ്ട്? അയ്യോ, ഒരു നിമിഷം പോലും ഇല്ല, ഇല്ലേ? കർത്താവ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സെക്കൻഡ് പോലും പ്രവർത്തിക്കാനായിട്ട് കിട്ടുകയില്ല. 7 വർഷം പിന്നെയുമുണ്ട് എന്നറിഞ്ഞാലും പിശാച് പറയുന്നത് ഇനിയും അല്പകാലമേ ഉള്ളൂ എന്താ. വേർപെട്ട ദൈവജനമേ, ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഈ ബോധ്യം നമ്മളിൽ എത്രമാത്രമുണ്ട്? ഇനി അല്പകാലമേ ഉള്ളൂ. കാലങ്ങളിനി അധികം മുന്നോട്ട് പോകുകയില്ല. ഈ യുഗത്തിനൊരു പര്യവസാനം വരികയാണ്. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിറപടിയായി നിറവേറ്റണം. ഞാൻ സടകുടഞ്ഞെഴുന്നേൽക്കണം. വർദ്ധിതമായ ഊർജം കൈവരിച്ച് ദൈവപുത്രന് വേണ്ടി അധ്വാനിക്കുവാൻ ഞാൻ തയ്യാറാകണം. നാം വായിക്കുന്നുണ്ടല്ലോ, കാവൽക്കാരാ കാവൽക്കാരാ, രാത്രി എന്തായി?
അയ്യോ പ്രിയപ്പെട്ടവരെ, അത് ഞാൻ നിങ്ങളെ ഇത് അറിയാതെ ഇരുന്നാൽ വളരെ സങ്കടകരമായ കാര്യമായിരിക്കും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നാളുകൾ ഇനി അധികം നമ്മുടെ മുമ്പിലില്ല. ഒരൊടുവിലത്തെ സമയത്തേക്ക് നാം എത്തിയിരിക്കുമ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഊർജം കൈവരിക്കണം. നഷ്ടപ്പെട്ടു പോയ സുവിശേഷ ദർശനം നാം കൈവരിക്കുവാൻ തയ്യാറാകണം. യുവാക്കന്മാരെ, യുവതികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സുവിശേഷ ദർശനം നമുക്കധികമായി ഉണ്ടാകണം. നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഭാരം നമുക്കധികമായി ഉണ്ടാകണം. മാത്രമല്ല, എൻ്റെ രക്ഷയുടെ മഹത്വം ഞാൻ മനസ്സിലാക്കണം. ആ രക്ഷയെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം. അതിൻ്റെ ആസ്വാദനം നാം അനുഭവിക്കണം. ആ രക്ഷയുടെ സന്തോഷം നമ്മൾ അനുഭവിക്കണം. കർത്താവിന് വേണ്ടി ത്യാഗം അനുഭവിക്കുവാൻ നാം തയ്യാറാകണം. തലപൊക്കി നോക്കണം. വെളുത്തു കിടക്കുന്ന പാടങ്ങൾ, പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ അഴുക്ക് ചാലുകളിലൂടെ മുന്നോട്ട് പോകുന്ന ജീവിതങ്ങൾ തലപൊക്കി നോക്കുവാൻ നമുക്കിടയാകണം. ജോലി തെറ്റല്ല, പഠനം തെറ്റല്ല, കൃഷി തെറ്റല്ല, വീട്ടുകാര്യങ്ങൾ നോക്കുന്നത് തെറ്റല്ല. പക്ഷെ അതിനേക്കാൾ അധികം തലപൊക്കി വയലേലകളിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ദൈവകൽപ്പന, അധികാരമുള്ളവൻ്റെ കൽപ്പന, അതിനോട് അവഗണന കാണിക്കരുത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ കാലത്തെക്കുറിച്ചും സമയത്തെക്കുറിച്ചും നമുക്കൊരറിവ് ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്കടയ്ക്കാം. കർത്താവിന് ദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താം. കർത്താവേ, നഷ്ടപ്പെട്ടു പോകുന്ന സുവിശേഷ ദർശനം എന്നിലേക്ക് അവിടുന്ന് മടക്കി വരുത്തണമേ. കർത്താവേ, ഞാൻ ഈ നാളുകളിൽ സ്വസ്നേഹിയായി തീർന്നു പോകുന്നുണ്ട്. എൻ്റെ കാര്യത്തിനാണ് എനിക്ക് മുൻഗണന. എൻ്റെ കാര്യം, അതാണ് എൻ്റെ ജീവിതത്തിലെ മുഖ്യ വിഷയം. എൻ്റെ കാര്യമാണ് എപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങയുടെ കാര്യത്തിന് മുൻഗണന കൊടുക്കുവാൻ കർത്താവേ, എനിക്കിന്ന് രാത്രി എൻ്റെ ഹൃദയം ഒന്ന് തുറക്കണമേ. കർത്താവേ, ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പിൽ, ഇന്ന് പകല് കേട്ട വചനങ്ങളുടെ മുമ്പിൽ എന്നെ തന്നെ ഞാൻ താഴ്ത്തുന്നു എന്ന് ഇന്ന് രാത്രി കർത്താവിനോട് പറയാം. ഇന്ന് രാത്രി നമുക്ക് കർത്താവിനോട് എന്തു പറയാനായിട്ടുണ്ട്? മുള്ളുകൾ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് മാറ്റുവാൻ ഇന്ന് രാത്രി ആഗ്രഹമുണ്ടോ? അതോ ക്ലാസ്സൊക്കെ കേട്ടു, എനിക്ക് ആ മുള്ളൊന്നും മാറ്റാൻ താല്പര്യമില്ല, ആ മുള്ളു മാറ്റിയാൽ എനിക്ക് പഴയതുപോലെ ജീവിക്കാൻ പറ്റുകയില്ല എന്നാണോ സാത്താൻ നമ്മുടെ ഹൃദയങ്ങളിൽ ആലോചന തരുന്നത്? ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്, മകനെ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. മകളെ, എനിക്ക് നിന്നെ ആവശ്യമുണ്ട്. നീ നിനക്ക് വേണ്ടി തന്നെ ജീവിച്ചത് മതി. എൻ്റെ കാര്യത്തിന് നീ മുൻഗണന കൊടുക്കണം. സുവിശേഷത്തിന് വേണ്ടി ജീവിക്കണം. സുവിശേഷത്തിന് വേണ്ടി അധ്വാനിക്കണം. കർത്താവേ, എന്നെ സഹായിക്കണമേ. ആത്മഭാരമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. സുവിശേഷം എൻ്റെ സുവിശേഷമാണ്. എൻ്റെ സ്വന്തം കാര്യം പോലെ അതിന് പ്രാധാന്യം കൊടുക്കുവാൻ എനിക്ക് കഴിയണമേ കർത്താവേ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ചിന്തകളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സുവിശേഷ ദർശനം ഉള്ളവരായി നമുക്ക് ക്യാമ്പ് വിട്ട് മടങ്ങിപ്പോകുവാൻ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ നാളുകളിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് കർത്താവ് നമ്മോട് വ്യക്തമായിട്ട് ദാസങ്ങളോട് കേൾപ്പിക്കുകയായിരുന്നു. നാം ഓട്ടം ഏത് നിലയിൽ ഓടുന്നു? സുവിശേഷം അറിയിക്കുന്നവരുടെ കാലം എത്രയോ മനോഹരം. നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണതയോടെ നിറവേറ്റുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ബഹുമാനായിരിക്കുന്ന എബിക്ക് ജോർജ് ബദർ മുമ്പോട്ട് കടന്നു വന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ അവസാനിപ്പിക്കും. അതിനുശേഷം അതിൻ്റെ ടൈമാണ്. അത് പ്രിയ ബിനുസഹൻ അത് കണ്ടക്ട് ചെയ്യും. താല്പര്യമുള്ളവർ അദ്ദേഹത്തിൻ്റെ മുമ്പാകെ പേര് കൊടുക്കുക. ഇപ്പോൾ എബിക്ക് ജോർജ് ബദർ തന്നെ മുമ്പോട്ട്. കേട്ട വചനത്തിൻ്റെ മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മഹത്വമുള്ള ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹീതമായ ഈ സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. തുറക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ മുൻപാകെ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് അല്പസമയമായിരിക്കാൻ കർത്താവ് അനുവദിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ചില നാളുകളായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത YMF-ൻ്റെ ജനറൽ ക്യാമ്പ് കഴിഞ്ഞ രാത്രി വളരെ പ്രാർത്ഥനയോടെ ആരംഭിപ്പാൻ ഇടയായി തീർന്നതിനാണ് നന്ദിയോടെ സ്തോത്രം.
ആ സമയം മുതൽ ഇതുവരെയും ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വിവിധ ദാസന്മാരിലൂടെ വളരെ അനുഗ്രഹീതമായ ശക്തമായ ദൈവവചനം കേൾപ്പാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് അടിയങ്ങളെ സഹായിക്കുന്ന വില കൃപയ്ക്കാട് നന്ദിയോടെ സ്തോത്രം. പ്രഭാതം മുതൽ ഈ സന്ധ്യാസമയം വരെയും വിവിധ ശുശ്രൂഷകളാൽ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനാട് നന്ദിയോടെ സ്തോത്രം. ദൈവദാസന്മാർക്ക് കർത്താവ് വചനം നൽകി വിവിധ ശുശ്രൂഷകൾ ചെയ്യുവാൻ അങ്ങയുടെ ദാസന്മാർക്ക് കർത്താവ് നൽകിയ കൃപയ്ക്കാട് നന്ദിയോടെ സ്തോത്രം. ഒടുവിൽ കർത്താവെ, പൊതുയോഗം എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ സന്ധ്യാസമയം ദൈവസന്ധിയിൽ കടന്നു വന്ന് തുറക്കപ്പെട്ട പുസ്തകത്തിന് മുൻപാകെ വളരെ അനുഗ്രഹീതമായ ദൈവവചനത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ ഇടയായി തീർന്നതിനാട് നന്ദിയോടെ സ്തോത്രം. വചനം അങ്ങയുടെ ദാസന് കർത്താവ് നൽകിയതിനാട് നന്ദിയോടെ സ്തോത്രം. ആത്മാവിൻ്റെ കൃപയിൽ നിന്നുകൊണ്ട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ പ്രിയ ദാസനെ കർത്താവ് ബലപ്പെടുത്തി വില കൃപയ്ക്കാട് നന്ദിയോടെ സ്തോത്രം. കേട്ട ദൈവവചനം ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് മുറുകെ പിടിക്കുവാൻ അടികളെ കർത്താവ് സഹായിക്കണം. സുവിശേഷ ദർശനം വളരെ കുറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് കർത്താവെ ഞങ്ങൾ ജീവിക്കുന്നത്. അത് മറ്റുള്ളവരുടെ കുറവല്ല കർത്താവെ, അത് അടിയൻ്റെയും ഞങ്ങളുടെയും കുറവുകളാണെന്ന് ഇന്ന് രാത്രി അത് തുറന്ന് സമ്മതിപ്പാൻ അടിയങ്ങളെ കർത്താവ് സഹായിച്ച വില കൃപയ്ക്കാട് നന്ദിയോടെ സ്തോത്രം. പൗലോസ് പറയുന്നത് പോലെ എൻ്റെ സുവിശേഷം എന്ന നിലയിലുള്ളൊരു കാഴ്ചപ്പാട് ഈ രാത്രികാലം ഞങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുറവുകൾ കർത്താവ് നന്നായി അറിയുന്ന വില കൃപയ്ക്കാട് നന്ദിയോടെ സ്തോത്രം. കേട്ട ദൈവവചനം ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിപ്പാൻ കർത്താവ് അനുവദിച്ചതിനാട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ കാലത്തെ ഞങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അന്ത്യകാലം എന്ന നിലയിൽ കർത്താവിൻ്റെ വരവ് വാതുക്കൽ നിൽക്കുന്നു എന്ന നിലയിൽ ഞങ്ങളെ തന്നെ ക്രമീകരിപ്പാൻ സുവിശേഷ ദർശനമുള്ളവരായി സുവിശേഷ വേലയോട് കാഴ്ചപ്പാടുള്ളവരായി കർത്താവെ ഞങ്ങൾ മുൻപോട്ട് പോകുവാൻ ഈ ക്യാമ്പ് മുഖാന്തരമാക്കി അങ്ങ് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ആകാശത്തിലെ പെരിഞ്ഞാറയും കൊക്കും ഈവൽ പക്ഷിയുമൊക്കെ മടങ്ങി വരുവാനുള്ള കാലം അറിയുന്നു. എന്നാൽ എൻ്റെ ജനമോ യഹോവയുടെ ന്യായം തിരിച്ചറിയുന്നില്ല. കർത്താവെ, ഞങ്ങൾ കർത്താവിൻ്റെ ഈ നാളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വരവ് സമീപിച്ചു എന്ന നിലയിൽ സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഞങ്ങളാൽ ആവോളം അധ്വാനിപ്പാൻ, സുവിശേഷത്തിൻ്റെ വേലയ്ക്ക് ഞങ്ങൾ പിൻപിൽ നിൽപ്പാൻ, ഞങ്ങളുടെ കരങ്ങൾ സുവിശേഷത്തിൻ്റെ വേലയ്ക്ക് കർത്താവെ വരുന്ന ദിവസങ്ങളിൽ അത് മുതൽക്കൂട്ടായി തീരുവാൻ കർത്താവ് അടിയങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷയിലും കർത്താവ് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ക്യാമ്പ് വളരെ അനുഗ്രഹത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കണം. ഈ ക്യാമ്പ് മുഖാന്തരം കേരളത്തിലുള്ള ബ്രദറൻ സഭകളിൽ ദൈവജനത്തിൻ്റെ നടുവിൽ ഒരു ആത്മീയ ഉണർവും ഒരു ആത്മീയ കാഴ്ചപ്പാടും ഒരു മടങ്ങി വരുവും സുവിശേഷ വേലയോടുള്ള ദർശനവും വർദ്ധിച്ചു വരുവാൻ ഈ ക്യാമ്പ് മുഖാന്തരമാക്കി തീർക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാട് നന്ദിയോടെ സ്തോത്രം. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണം. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളോടും കർത്താവ് കൂടെയുള്ളതിനായിട്ട് സ്തോത്രം. മഹത്വമെല്ലാം ഞങ്ങൾ കർത്താവിൻ്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. വേഗം വരുന്ന കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ.